ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് യൂണിവേഴ്സൽ ബാങ്ക് എന്ന് ഞാനിന്ന് പരിചയപ്പെടുത്താം. യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാം യൂണിവേഴ്സലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും യൂണിവേഴ്സലിനോടുള്ള ആ കടപ്പാടും ആ ബന്ധവും നിലനിർത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഹലോ 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 സുഭാഷ് സാറേ. ഹലോ ക്യാമറ ഒന്ന് കേൾക്കുന്നില്ല. ക്യാമറ ഒന്ന് അതിൻ്റെ സ്റ്റാൻഡ് ഒന്ന് മാർക്ക്. ഓക്കെ സാറേ. ഓക്കെ. അപ്പോൾ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കോഴ്സ് പഠിക്കുന്നത്. ശരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ പഠിക്കുന്നത്, നമ്മൾ ഈ ഇത്രയും ഇതിനകത്ത് നോട്ടുകൾ തരുന്നതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി, മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയുള്ള അറിവിൻ്റെ ഇടമാണ് നമ്മുടെ ക്ലാസ് റൂം. അറിവിൻ്റെ ഇടമാണ് നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ആ അറിഞ്ഞ അറിവിനെ നമുക്ക് എങ്ങനെ അത് പ്രാവർത്തികമായിട്ട് അത് ഉപയോഗിക്കാം എന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള മെൻ്റലി എനർജി, മാനസിക ബ്രെയിൻ പരമായിട്ടുള്ള എനർജി, അതുപോലെ തന്നെ നമ്മുടെ ശരീര നിയന്ത്രണ തലം എന്ന് പറയും. ആ ശരീര നിയന്ത്രണ തലമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, അതുപോലെ നമ്മളിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, അതുപോലെ ഹീലിംഗ് ലെവൽ, റൈക്കി, അല്ലെങ്കിൽ നമ്മുടെ ഹീലിംഗ് ലെവൽ ഒരുപാടുണ്ട്. വാട്ടർ ഹീലിംഗ്, എർത്ത് ഹീലിംഗ്, അങ്ങനെ നിരവധി ഹീലിംഗ്. അതായത് നമ്മൾ എടുക്കുന്ന അറിയുന്ന തീരുമാനങ്ങളെ, അറിയുന്ന അറിവുകളെയും നമുക്കതിനെ നമ്മൾ ബ്രെയിനിലേക്ക് ബൂസ്റ്റ് ചെയ്ത് അതിനെ എനർജിക്കലാക്കി മാറ്റുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ പ്രതിരോധ ശക്തിയുമായി ബന്ധപ്പെട്ട്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതിരോധ ശക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരിടമാണ് നമ്മുടെ ഹീലിംഗ് ലെവൽ എന്ന് പറയുന്ന, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ തന്നെ ഹീലിംഗ് ലെവൽ എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. അപ്പോൾ ആ ലെവലിൽ എത്തുന്നതിന് വേണ്ടി ആ ലെവലിനെ, അതുപോലെ മാഗ്നറ്റിക് തലമായിട്ടുള്ള, നമ്മൾ പറയുന്ന ഏത് കാര്യവും നമ്മൾ വിചാരിച്ചാൽ നടക്കും എന്ന് പറയുന്ന മാഗ്നറ്റിക് തലങ്ങളായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഉള്ള ആ ഏരിയകൾ, അത്തരം കാര്യങ്ങളെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ക്ലാസ്സിന് അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കറിയാൻ പറ്റും. അതായത് ക്രിയാശക്തി തലം എന്ന് പറയുന്ന തലങ്ങളിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ബ്രെയിൻ അതിനോടൊപ്പം തന്നെ എനർജിക്കലായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയുള്ള മോർണിംഗിലും അതുപോലെ ഈവനിങ്ങിലും ഒക്കെ ഉള്ള ചില പ്രാക്ടീസുകളാണ്. അതിനോടൊപ്പം നമ്മുടെ ഹാപ്പി ഹോർമോണിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതുപോലെ, ഇത്രയും പഠിച്ചതുപോലെ, ബ്രെയിനെ കുറിച്ച് പഠിച്ചതുപോലെ, നമ്മളെ എനർജിയെ കുറിച്ച് പഠിച്ചതുപോലെ, ആശയ രൂപീകരണത്തെക്കുറിച്ച് പഠിച്ചതുപോലെ, ആശയ രൂപീകരണം എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം ആശയ രൂപീകരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിന് നല്ല പറഞ്ഞു വരുമ്പോഴത്തേക്കും, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും ഏതും ഒരു ആശയ രൂപീകരണമാണെന്നുള്ളത്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളെയൊക്കെ തന്നെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ, നമ്മളെ തലച്ചോറിന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആ എനർജി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ശരിക്ക് നമ്മുടെ ഈ കോഴ്സിനകത്ത് മെഡിറ്റേഷനോ അതുമായി ബന്ധപ്പെട്ട മോർണിംഗ് പ്രാക്ടീസോ ഉള്ളത്. അപ്പോൾ ഇതിലൊത്തിരി പേര് മെഡിറ്റേഷനും യോഗയും ഒക്കെ അറിയാവുന്നവരാണ്. പക്ഷേ ഈ മെഡിറ്റേഷൻ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഈ വരുന്ന മോർണിംഗ് പ്രാക്ടീസ് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെങ്കിലും തീരുമാനിക്കുന്നെങ്കിലും അതിന് നമുക്ക് ഉദ്ദേശ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 4 മാസം നമുക്ക് അതിന് വർക്കൗട്ട് ആകും എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു ഔട്ട്പുട്ട്. നമ്മളുടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദ യൂണിവേഴ്സൽ ബാങ്ക്. യൂണിവേഴ്സൽ ബാങ്കിനകത്ത് പറയാൻ പോകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്, നമ്മളെ കരിയറിൽ നമ്മൾ എവിടെ ഇന്ന് നമ്മളെല്ലാവരും പല രീതികളിൽ അവരുടേതായ കഴിവുകളിൽ വിജയിച്ച് നിൽക്കുന്നവരാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കഴിവിൻ്റെ ഡെവലപ്പിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതല്ല, അവരവരുടെ കഴിവുകളിൽ അല്ലെങ്കിൽ അവരവരുടെ ആവശ്യാനുസരണം എല്ലാവരും കഴിവ് തെളിയിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോലും കഴിഞ്ഞതിൻ്റെ പിന്നിലെന്ന് പറയുന്നത്
നമ്മൾ നമ്മുടേതായ ഒരു കഴിവ് തെളിയിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ മുതൽ ഈ നമ്മളിപ്പോൾ ഇത്രയും ജീവിച്ച് ഇത്രയും ഇവിടെ എത്തിയതിൽ പല രീതിയിലുള്ള നമ്മുടെ കഴിവുകൾ നമ്മൾ തെളിയിച്ച് വന്നവരാണ്. പക്ഷേ ഞാൻ പറയുന്നതാണത്. പക്ഷേ ഇനി നമുക്ക് കൂടുതൽ മുന്നോട്ട് പുതിയ പ്ലാനുകളിലേക്ക് പോകുമ്പോൾ, അതാണ് മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും, പുതിയ പ്ലാനുകളിലേക്ക് പോകുന്നതിന് വേണ്ടി അവിടെ നമ്മൾ ഈ എന്തിനാ ഇത് പഠിച്ചേ? തലച്ചോറിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യം എന്തോ, മനസ്സിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യം എന്തോ? നമ്മൾ ഇത്തരം ഈ പഠനം, ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനകത്ത് ഈ പഠനം നമ്മൾ പഠിക്കുന്ന എന്തിനാ? നമുക്കിതൊരു ഔട്ട്പുട്ട് കിട്ടാനാണ്. അതേപോലെ ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ് എന്ന് പറയുന്ന തിങ്കളാഴ്ചത്തെ ഗ്രൂപ്പിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ പഠിച്ച കാര്യത്തിനെ നമ്മളെ ബ്രെയിനിലേക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എനർജിക് സപ്പോർട്ടാണ്. കാരണം നമ്മൾ എന്ത് തീരുമാനവും എടുത്തിട്ടും നടക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, തീരുമാനങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് കാരണം ഒരു കാര്യം ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നത് നമ്മുടെ ഊർജത്തിൻ്റെ 20% കൂടുതൽ, നമ്മളെ ബോഡി ഉപയോഗിക്കുന്നതിൻ്റെ 20% കൂടുതൽ നമ്മളെ ബോഡിയിലെ 5% മാത്രമുള്ള നമ്മളെ തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. 5% ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ടോട്ടലി എനർജി എടുക്കുന്നതിൽ 20%-ഓളം എനർജിയാണ് നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് കൃത്യമായിട്ടും എനർജി വേണം. അപ്പോൾ എനർജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലുള്ള ഒരു ബൂസ്റ്റിംഗ് വേണം. ഒരു ബൂസ്റ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആ എനർജിയെ എപ്പോഴും നമുക്ക് നിലനിർത്താൻ പറ്റൂ. അതിന് രാവിലെ മോർണിംഗ് പ്രാക്ടീസ് ആയിട്ടുള്ളത്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വേറെ വലിയൊരു റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെ ആണ് നമ്മുടെ ഈ 3 ബാച്ചും വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇവിടെയാണ് നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ലക്ഷ്യങ്ങളാണോ അത് ഔട്ട്പുട്ട് എത്തേണ്ട ഒരു ഏരിയ. ഔട്ട്പുട്ട് എത്തേണ്ടത് ഇതിനകത്താണ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ കരിയറിലെ കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ, നമ്മളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ, ഇനി പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു ഏരിയ. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു ഏരിയയാണിത്. ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. ദ യൂണിവേഴ്സൽ ബാങ്ക്, നമ്മളുടെ ഈ പ്രപഞ്ചവുമായി, പ്രപഞ്ചത്തിൻ്റെ ബാങ്കുമായി നമ്മുടെ ഒരു മനസ്സ് കണക്ട് ചെയ്യണം. ആ ബാങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ തരത്തിലുള്ള ലക്ഷ്യങ്ങളും, എല്ലാ സ്വപ്നങ്ങളും, ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അക്കൗണ്ട് രൂപീകരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സങ്കല്പം അനുസരിച്ച് നമുക്ക് അതിനെ ഒരു പ്രപഞ്ചവുമായി കണക്റ്റഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളതാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വളരെ ചെറിയ ട്രിക്കുകളായിരിക്കും, പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. ബാക്കി 2 കാര്യങ്ങളും, അതായത് 2 ഗ്രൂപ്പിലെ കാര്യങ്ങളും, ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 3 കാര്യങ്ങളും അതിനകത്ത് വരും. അത് കോമൺ ആണ്, നമ്മളെ അഭിപ്രായം അനുസരിച്ചുള്ള ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ 3 മനസ്സിലാക്കുക, ഒന്ന് പഠിക്കാൻ, നമ്മളെ ക്ലാസ് റൂം, നമ്മളെ മനസ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഏരിയ, തലച്ചോറിനെ കുറിച്ചും ആശയത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളൊരു ഏരിയ. 2 അതിന് എനർജി ലഭിക്കാനുള്ള ഏരിയ. 3 നമുക്കത് ഔട്ട്പുട്ട് ചെയ്യുന്നതിന് വേണ്ടി, പ്രായോഗിക തലത്തിൽ അത് ഔട്ട്പുട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ഏരിയയും ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക്, നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ വരുന്ന 4 ചന്ദ്രവട്ടക്കാലം നമ്മൾ ഇതിനകത്തായിരിക്കും നമ്മളുടെ പ്ലാനുകൾ ചർച്ച ചെയ്യപ്പെടുക. വളരെ രസകരമായിട്ടുള്ളൊരു ഗ്രൂപ്പ് തന്നെയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാറിന്റെ വീഡിയോ ഓഫ് ആണോ, അതോ എന്റെ മൊബൈലിന്റെ കംപ്ലൈന്റ് ആണോ അറിയില്ല. വീഡിയോ ഓഫ് ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ വീഡിയോ ഓണാക്കിയാലും അത്ര നല്ലതാണ്. പക്ഷേ ഓഫായ ഒരു കാരണവശാലും ചാരിക്കിടന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾ വളരെ കട്ടിലൊക്കെ കിടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത്, ഞാനിങ്ങനെ സ്റ്റഡിക്കിരുന്ന് ക്ലാസ്സും ചെയ്ത്
അങ്ങനെ വരരുത്. നിങ്ങൾ ക്യാമറ ഓഫാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ചിലപ്പോൾ ഒരു ഇതായിരിക്കാം. പക്ഷേ തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ അതിൻ്റേതായ ഒരു വാല്യൂ കൊടുത്ത് തന്നെ ഇരിക്കണം. അല്ലാതെ സാറ് പറയുന്ന പറഞ്ഞിട്ട് ചാരി കട്ടിലൊക്കെ കിടന്നുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാരണവശാലും ക്ലാസ് കേൾക്കരുത്. ക്ലാസ്സിൻ്റെ ഭാഗത്തുള്ള എൻജോയ് ആവാം. ഓക്കെ, നമ്മളുടെ ഒരു സെക്കൻഡ്. സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാമല്ലേ? കാണാം സാറേ, കാണാം. ഓക്കെ 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 താങ്ക് യു. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പ്രപഞ്ചവുമായി കണക്ട് ചെയ്തുള്ള ക്ലാസ്സാണെന്ന് പറഞ്ഞു. പ്രപഞ്ചമാണ് ഇനി നമ്മളെ ലീഡ് ചെയ്യുന്ന, നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നത് പ്രപഞ്ചമാണ്. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മളെല്ലാത്തിൻ്റെ എല്ലാത്തിലും നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്നെന്ന് പറയുന്നത് പൈസ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചെറിയ കാര്യമല്ല പണം എന്ന് പറയുന്നത്. അപ്പോൾ പണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, നമ്മളിതിനകത്ത് മണി ബ്ലോക്ക് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടും. പണം, ഞാൻ വളരെയധികം ആഴത്തിൽ ചിന്തിച്ച് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ള, ഭയങ്കരമായി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട്. എങ്ങനെയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പൈസ വരുന്ന അല്ലെങ്കിൽ പൈസ യാത്ര ചെയ്യുന്ന വഴി പണം. അതായത് അതായത് എനിക്ക് തോന്നുന്നു പണത്തേക്കാൾ വലിയൊരു ഗുരു വേറെ ഇല്ല. കാരണം അദ്ദേഹത്തിന് ശിക്ഷിക്കാൻ അറിയാം, നമ്മളെ രക്ഷിക്കാൻ അറിയാം, നമ്മളെ വഷളാക്കാൻ അറിയാം, നമ്മളെ ദരിദ്രനാക്കാൻ അറിയാം. ഇതിലെല്ലാത്തിലും ഉപരി എന്ന് പറയുന്നത് ഒരു നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു നോട്ട് എടുത്തിട്ട് ആ നോട്ടിലേക്ക് നമ്മൾ സത്യസന്ധമായി നമ്മൾ ആ നോട്ടിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് ഒന്ന് അന്വേഷിച്ചാൽ, അതൊരു വ്യക്തിയാണ്, ഒരു ഗുരുവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പോയ വഴികൾ, അദ്ദേഹം സഞ്ചരിച്ച വഴികൾ, ഏതൊക്കെ വഴികളിലൂടെ ആയിരിക്കും അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളതെന്ന്. കാരണം നമുക്ക് മറ്റൊരു മാധ്യമത്തിനും ഒരുപക്ഷെ അത്രത്തോളം പോകാൻ പറ്റില്ല. കാരണം എത്ര കുട്ടികളുടെ പുസ്തകം എത്ര കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നു, എത്രയോ ഭക്ഷണം, എത്ര പേരുടെ വിശപ്പകറ്റാൻ വേണ്ടി ആ ഒരു നോട്ടിനെ മാത്രമാണ് പറയുന്നത്. എത്ര പേരുടെ ഭക്ഷണം അല്ലെങ്കിൽ വിശപ്പകറ്റാൻ വേണ്ടി, എത്രയോ പേരുടെ മെഡിസിൻ, എത്ര പേരുടെ ആരോഗ്യാവസ്ഥയ്ക്ക് മെഡിസിന് വേണ്ടി ആ ഒരു പണം സഞ്ചരിച്ച വഴിയാണ് പറയുന്നത്. എത്രയോ പേരെ പെരുവഴിയിൽ പെട്ടുപോയവരെ നമുക്കറിയാം. ചില സമയത്ത് ഒരു 10 രൂപയ്ക്കൊക്കെ നമ്മൾ പെരുവഴിയിൽ പെട്ടിട്ടുള്ള അവസ്ഥകളുണ്ട്. ഇഷ്ടം പോലെ നമ്മൾ പൈസ ഉണ്ടായിരിക്കാം, പക്ഷെ അപ്പോൾ രക്ഷിക്കാൻ വരുന്ന ആ ഒരു ഗുരു. അതേപോലെ വിവിധ തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത്. പിന്നെ പണം സഞ്ചരിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? അത് ഏറ്റവും ധനികന്റെ പോക്കറ്റ് മുതൽ ഏറ്റവും ദരിദ്രന്റെ കീശയിൽ വരെ വന്ന് സഞ്ചരിച്ചു പോകുന്ന ഒരു മാധ്യമമാണ് പൈസ. അത് ശരിക്കും വളരെ ആഴത്തിൽ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ആ പണത്തിന് നമ്മൾ വളരെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ഇനി മുതൽ നമുക്ക് പൈസ എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൂട്ടുകൂടുന്ന ഒരു സുഹൃത്താവരുത്. നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടുകാരനാകുന്ന എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളെ എപ്പോഴും വിളിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. എപ്പോഴും
നമ്മളെ ആവശ്യങ്ങൾ വരുമ്പോൾ, എന്ത് ആവശ്യം വന്നാലും നമ്മളെ വിളിക്കുന്നു. ആവശ്യം കഴിയുമ്പോൾ നമ്മളുമായിട്ടൊരു മാനസിക ബന്ധവും ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നല്ല സുഹൃത്തുക്കളാണോ? അവരെ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇത് വളരെ വിലകളാണ്. അതായത് നമ്മളെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന കൂട്ടുകാരെ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ലേ? ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ പണവും നമ്മളെ സത്യസന്ധമായി ഇഷ്ടപ്പെടുന്നില്ല. പൈസ നമ്മളെ സ്നേഹിക്കുന്നില്ല. കാരണം നമ്മൾ ആവശ്യത്തിന് മാത്രം പണത്തിനോട് മാനസികപരമായ ബന്ധമുള്ളൂ. എന്നാൽ ആവശ്യത്തിലധികം പൈസ വേണ്ട, നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ആ ഒരു അർത്ഥം മാത്രമല്ല. പണം എന്ന് പറയുന്നത് ആവശ്യത്തിലധികം എന്ന് പറയുമ്പോഴും അതിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മളിൽ നിൽക്കുന്നത്. നമ്മളെന്തായാലും ഈ പണത്തെ സഞ്ചരിക്കാതെ വീടിനകത്ത് അടുക്കി സൂക്ഷിച്ച് വെച്ചാൽ ഈ പണത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ഈ പണത്തിന് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പണം എന്ത് ചെയ്യും? ഒരു കാലത്ത് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് ഈ പണം നിർത്തലാക്കുമ്പോൾ അദ്ദേഹത്തിന് സത്യസന്ധമായി ആരുടെയൊക്കെയോ ജീവിതത്തിൻ്റെ ഇടയിലൂടെ സഞ്ചരിച്ചു പോകാനുണ്ടായിരുന്നു. അത് സഞ്ചരിച്ചു പോകാനുള്ള അവസരം നിഷേധിക്കുക കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പണം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കി നമ്മൾ അടുക്കി കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക എന്നൊരർത്ഥവുമല്ല. എന്നാൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം പണത്തെ നമ്മൾ സ്വാധീനിക്കുന്ന ഒരവസ്ഥയും അല്ല. ഞാൻ പറയുന്നത് കണക്ഷൻ ആവും തോന്നുന്നു. ഓക്കെ. അപ്പം ഈ പണം എന്ന് പറയുന്ന മാധ്യമം അദ്ദേഹത്തിന് നമ്മൾ അതുമായി പ്രപഞ്ചത്തെ എത്രമാത്രം നമ്മൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുമായി ഇഷ്ടപ്പെടുന്നുണ്ടോ, അന്ന് മുതൽ ആ കാലഘട്ടം മുതൽ പല രീതിയിൽ ക്രയവിക്രയങ്ങൾ ചെയ്തിട്ടുള്ള വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പണം വ്യത്യസ്ത രൂപത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ കറൻസിയുടെയും അതുപോലെ തന്നെ ഡിജിറ്റലിൻ്റെയും കാലഘട്ടത്തിലേക്ക് വന്നു നിൽക്കുകയാണ്. അപ്പോൾ ആ മാധ്യമത്തെ നമ്മളിലേക്ക് വളരെ ആഴത്തിൽ ഇഷ്ടപ്പെടുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ സ്വതന്ത്രമായി പറഞ്ഞു വിട്ട് ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ നിറവേറ്റി 10 മടങ്ങായി തിരിച്ച് വീണ്ടും എൻ്റെ അടുത്തേക്ക് വരികയും വീണ്ടും നിങ്ങൾ പോയി 10 മടങ്ങായി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്യുക എന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അരമണിക്കൂറുടെ ഉണ്ട്, ഇതിനകത്ത് ലാസ്റ്റ് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ പണവും നമ്മളും തമ്മിൽ കൂടുതൽ ബന്ധപ്പെട്ട് നിർത്തേണ്ടതെന്നുള്ളത്. ഓക്കെ. ഇനി മറ്റൊരു മേഖലയെക്കുറിച്ച്, ഇതിൻ്റെ പണത്തെക്കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാട് പറയാം. അതായത് കടമെന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, കടമെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയോട് നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളെ എല്ലാ തരത്തിലും നമ്മളെ തകർക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ കടം? തീർച്ചയായിട്ടും നമ്മുടെ ചിന്തയെ, മാനസികാവസ്ഥയെ, നമ്മളെ ഐഡിയയെ എല്ലാത്തിനെയും ബാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അതിനെ ഒന്നും കൂടി അനലൈസ് ചെയ്യുകയാണ്. പണം എന്ന് പറയുന്നത്, അത് കടം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ ആ കടമെന്ന് പറയുന്ന ആ പ്രോസസ്സിനെ ശരിക്കും നമ്മൾ നോക്കിക്കാണേണ്ടത് മറ്റൊരു വശത്തൂടെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ കടത്തിൽ നിന്ന് കടം മാറിയവർ എന്തുകൊണ്ടായിരിക്കും വീണ്ടും കടമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്? ഇത് എത്രമാത്രം അനുഭവിച്ചാലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ഉദാഹരണം, നമ്മളൊരു 10 ലക്ഷം രൂപ കടമെടുത്ത് 1 ലക്ഷം രൂപയും കൂടെ 11 ലക്ഷം രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം. പിന്നെ അത് അടച്ച് തീരണവരോ 11 ലക്ഷം രൂപയുടെ കടം 11 ലക്ഷം രൂപയുടെ കടം എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അടച്ചങ്ങ് തീർന്നാൽ അടുത്ത വീണ്ടും ഐഡിയ വരും, ആ കടമൊക്കെ തീർന്നല്ലോ, ഇനി നമുക്ക് വീണ്ടും എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കടമെടുക്കും. കാരണം കടത്തിൻ്റെ ദുരിതം അനുഭവിച്ചവരാരും പിന്നെ കടം എടുക്കാതിരുന്നെങ്കിൽ എന്നേ ഈ ലോകം രക്ഷപ്പെട്ടനെ.
അപ്പോൾ എടുക്കും. ദുരിതം അനുഭവിക്കുകയും ചെയ്യും, നമ്മളത് എടുക്കുകയും ചെയ്യും. അതിനനുസരിച്ചുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ആ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ 11 ലക്ഷം രൂപയുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് അത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ശരിക്കു പറഞ്ഞാൽ നന്ദിയില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മളെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. അതിന് കാരണം 11 ലക്ഷം രൂപ നമ്മൾ കടമെടുത്തെങ്കിൽ 10 ലക്ഷം രൂപ നമ്മൾ കടമെടുത്തെങ്കിൽ അതൊരു 5 വർഷമായിട്ടാണ് കൊടുക്കുന്നെങ്കിൽ, ഒരു 60 തവണയായിട്ടാണ് കൊടുക്കുന്നെങ്കിൽ, തിരിച്ചടയ്ക്കുന്നെങ്കിൽ നമ്മൾ 10 ലക്ഷം രൂപ അത് 11 ലക്ഷം രൂപയായി, അതൊരു 60 തവണ ആയിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ കടം മേടിച്ചത് നമ്മൾ അതിന് അനുയോജിച്ച അല്ലെങ്കിൽ നമ്മൾ 10 ലക്ഷം രൂപ കഷ്ടപ്പെട്ട് ഒപ്പിച്ച് എന്തെങ്കിലും വാങ്ങാനുള്ള സാധനങ്ങളോ വസ്തുക്കളോ പുരയിടമോ സ്വർണമോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പൈസയിൽ നമ്മൾ നിറവേറ്റിയിരിക്കുന്നത്. 10 ലക്ഷം രൂപ നമ്മൾ പണിയെടുത്ത് ഒരുപാട് കാലത്തെ പണിയെടുത്ത് അത് നമ്മൾ മേടിക്കാനുള്ളത്, നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് കടത്തിന് നമ്മളത് മേടിക്കുമ്പോൾ ഇത്രയും നാൾ പണി ചെയ്ത് ഒപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ആ പണം നമ്മുടെ കൈകളിൽ വന്നു എന്നാണ് അർത്ഥം. എത്ര ഭാഗ്യവാന്മാരാണ് ആ പണം നമുക്ക് ഏതെങ്കിലും കടം വഴിയാണെങ്കിലും വന്നെങ്കിൽ. അങ്ങനെയെങ്കിൽ തിരിച്ചടയ്ക്കുമ്പോൾ 11 ലക്ഷം എന്ന് പറയുന്ന 1 ലക്ഷം 60 തവണയായിട്ട് വിഘടിപ്പിക്കുന്നതിൽ മാത്രമാണ് നമ്മൾ കടക്കാർ. ബാക്കി നമ്മൾക്ക് അതിൻ്റെ മൂല്യമായിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ മൂല്യം നമ്മളെ കയ്യിലിരിക്കുകയും നമ്മുടെ വലിയൊരു ആഗ്രഹമോ ആവശ്യമോ സാധ്യമായതിനെ മറ്റൊരു രീതിയിൽ വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ യോജിപ്പില്ലാത്ത ഒരു ചിന്തയിലേക്കാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഈ ടെൻഷൻ ചുവന്നുകൊണ്ട് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവൻ ഈ 5 വർഷം കൊണ്ട് പണിയെടുത്ത് ആ സാധനം നേടണമായിരുന്നു. ഇന്ന് നേടാൻ പറ്റൂല. നേടണമെങ്കിൽ ഇനി 5 വർഷം എടുക്കണം. ഈ പൈസ അവൻ സമ്പാദിച്ചുണ്ടാക്കണമെങ്കിൽ അത് ഓൾറെഡി പെട്ടെന്ന് കിട്ടി. അത് തന്നെ ലക്ക്. ആ പെട്ടെന്ന് കിട്ടി. നമുക്ക് 5 വർഷം പണിയെടുത്ത് ആ ഒരു സാധനമോ ഒരു ആവശ്യമോ നമ്മൾ വാങ്ങേണ്ടത് ഇന്ന് തന്നെ നമ്മളെ കൈകളിൽ കിട്ടിയെങ്കിൽ എന്ത് ഭാഗ്യവാന്മാർ. അതിൽ നിന്ന് നമുക്ക് പലിശ എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. ഞാനൊരു ഉദാഹരണമാണ്. 1 ലക്ഷമാണെങ്കിൽ അതിനെ 60ആയിട്ട് കീറിയാൽ ഒരു 10,000 സംതിങ് മാത്രമാണ് ഒരു മാസത്തിൽ നമ്മൾ കടക്കാരായത്. മറ്റേത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. തിരിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. നമ്മളെ കാര്യങ്ങൾ നടക്കുന്നതിന് ശേഷം മൊത്തം ഫണ്ടും എടുത്ത് വെച്ചിട്ട് അയ്യോ ഇത്ര ലക്ഷം കടക്കാരെന്ന് പറഞ്ഞ് ആ ബാങ്കിനെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളെയോ ഞാൻ കടം മേടിക്കണമെന്ന് സപ്പോർട്ട് ചെയ്യുന്നതല്ല, ലോൺ എടുക്കണമെന്ന് സപ്പോർട്ട് ചെയ്യുന്നതല്ല. ലോണൊക്കെ എടുത്ത് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകണമെന്നല്ല. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതിൻ്റെ ഫലം നമ്മളെ കയ്യിലിരിക്കുമ്പോഴും നമ്മൾ അതിനെ വെറുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അവിടെയാണ് നമുക്ക് ലഭിച്ച വളരെ വലിയൊരു സന്തോഷം, വളരെ വലിയ നമുക്ക് ആസ്വദിക്കേണ്ട. നമ്മളൊരു കാറ് വാങ്ങി, കടമെടുത്തൊരു കാറ് വാങ്ങി അതിന് എന്നിട്ട് ഈ കടം ആലോചിച്ച് ആ കാറിന്റെ സ്റ്റിയറിംഗിൽ മൊത്തം കണ്ണുനീരാണെന്നേ. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു ഇതാണ് നമുക്ക് ലഭിച്ച കാരണം കടമെങ്കിൽ കടം, ഇത് തിരിച്ചടയ്ക്കാമെന്ന് ആ സമയത്ത് നമ്മളെ മൈൻഡ് സെറ്റ് ആക്കിയല്ലേ, അല്ലാതെ ഒന്നും അല്ലല്ലോ. ഇനി കടം എടുത്തെങ്കിലും നമുക്ക് അപ്പോൾ നമ്മൾ എന്താ ആഗ്രഹിച്ച് കാറിൽ പോകണം, മറ്റുള്ളവരെ അടുത്ത് നമ്മൾ കാറിൽ ചെന്ന് ഇറങ്ങണം, നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ കുറഞ്ഞ ആൾക്കാരാണെന്ന് തോന്നരുത്, ഫാമിലിക്കകത്തൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഇറങ്ങുന്നതിന് ഇത്തിരി വൃത്തി വേണം. അങ്ങനെ നിരവധി സ്വപ്നങ്ങളും സങ്കല്പങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ കാര്യം പറഞ്ഞ് ഈ ആൾക്കാരെ മുമ്പ് തന്നെ നമ്മൾ കടക്കാരാണെന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെ മാനസികപരമായി അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ചെയ്യാനുള്ള, നമ്മളുടെ ജീവിതത്തിലേക്കുള്ള, നമ്മളെ ലക്ഷ്യത്തിലേക്കുള്ള ശരിക്ക് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ശ്രദ്ധയില്ലായ്മ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ശരിയാണോ അല്ലേ? അതെ സാർ, അതെ ശരിയാണ് പക്ഷേ. താങ്ക് യു. ഇത് വളരെ
അല്ലേ? ഇത് വളരെ 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 പ്രധാനപ്പെട്ടാണ്. ഇവിടെ നമ്മൾ കാരണം എന്താണ്, നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ പതിയെ നമ്മളുടെ ആവശ്യവും നേടിയതിനു ശേഷം പതിയെ നമ്മൾ തെന്നി മാറുകയാണ് ചെയ്യണം. മറ്റെന്തോ ഒരു പ്രശ്നമായിട്ട് മാറുന്ന ഒരു സ്വഭാവക്കാരൻ നല്ലവനാണ് ആയിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മളിൽ ഈ സ്ഥിതി ചെയ്യുന്ന കടം എന്ന വേദന നല്ലതാണ് ആയിരിക്കുക. കടം ഉണ്ടാവുക, കേട്ടില്ല സാറേ? നല്ലതാണ്. ഓക്കെ, അതായത് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് അത് നല്ല, അതെല്ലാം നമ്മുടെ ആ സ്വഭാവം നല്ലതാണോ? നമ്മൾ വേദനയും ചോദിച്ചുകൊണ്ട് നടക്കുന്ന അതായത് കടം മറ്റെന്തോ ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരോട് ദേഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിധിയാണെന്ന് പറയാവൂ, കടത്തിലായിപ്പോയി എന്ന് പറഞ്ഞു. ആ കടത്തിന്റെ എല്ലാത്തിന്റെ പിന്നിലും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ കൃത്യമായി അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, നമ്മളുടെ അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ഇങ്ങനെ 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 ഉയർന്നു. മനസ്സിലായില്ലേ? ഒരു രൂപയും കടം കിട്ടാത്തവനും മേടിക്കാത്തവനും ഇല്ലാത്തവനും ഒരു 10 കോടി രൂപ കടമുള്ളവനും തമ്മിൽ വളരെ അന്തരമുണ്ട്. അത് കടം വേണമെങ്കിലും യോഗ്യത വേണം. മനസ്സിലായില്ലേ? കടം വേണമെങ്കിലും യോഗ്യത വേണം. അല്ലാതെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സിവിൽ സ്കോറും ഇല്ലാത്ത ഒരുത്തൻ ചെന്ന് ചോദിച്ചാൽ 5 പൈസ കടം കൊടുക്കില്ല. അപ്പോൾ കടം, എനിക്ക് ഇത്രയും രൂപയുടെ കടം ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും യോഗ്യത ഉണ്ട് എന്നും കൂടി അതിനകത്ത് അർത്ഥമുണ്ട്. അപ്പം അതിനെ അങ്ങനെയും കൂടി നമുക്കൊരു ഇത് കാണാൻ പറ്റും. നിന്റെ ബാലൻസ് എത്ര രൂപ ഉണ്ടോ എന്ന് ചോദിക്കുന്നേക്കാൾ എത്രയും നല്ലത് നിനക്ക് കടം എത്ര ഉണ്ടെന്ന് ചോദിക്കണം. നിന്നേക്കാൾ കടം എനിക്ക് കൂടുതലുണ്ട്. കാരണം എന്താണ്, നിന്നേക്കാൾ സിവിൽ സ്കോറും നിന്നേക്കാൾ കപ്പാസിറ്റിയും നിന്നേക്കാൾ ബാങ്കിന് വിശ്വാസവും എന്നെയാണ്. മനസ്സിലായോ? പിടി കിട്ടിയോ? അതിന് വേറെ ഏതാ ആംഗിളിലൂടെ നമുക്ക് എടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പോളിസി. അല്ലാതെ ചുമ്മാ നമ്മൾ വിചാരിക്കും കടം കൂടിപ്പോയെങ്കിൽ മനസ്സിലാക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക. മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന കണക്ക് ഇവിടെ അതിനേക്കാൾ പണമുള്ളവന് പോലും പെട്ടെന്ന് ചെന്നിട്ടൊരു ബാങ്കിൽ പോയി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവന് ബാങ്കുകാർ അവനെ വിശ്വസിക്കില്ല. വിശ്വസിക്കണമെങ്കിൽ അവനെന്താണ്, അവൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളവനാണെന്നുള്ള ബോധ്യം, പണത്തെ കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നുള്ള ബോധമാണ് അവൻ്റെ സിവിൽ സ്കോർ. അപ്പോൾ അത്തരം യോഗ്യതയും കൂടിയാണ് കടമുള്ള ഒരു വ്യക്തിക്ക് ഉള്ളതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. കടം വളരെ വേദനിച്ച് തള്ളിക്കളയാനുള്ളതല്ല. അതിനെ നമ്മൾ മാക്സിമം കടമില്ലാതിരിക്കാൻ ശ്രമിക്കുക. എങ്കിലും കടമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത്തരം രീതിയിൽ നമ്മൾ ടെൻഷൻ അടിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം മീൻസ് മാത്രമല്ല, നമ്മളുടെ ഒരു ബാധ്യതയാണ്. നമ്മളത് ചെയ്യേണ്ടതാണ്, മീൻസ് നമ്മുടെ കടമയാണ് എന്നതുകൂടി നമ്മളെ അത് മനസ്സിലാക്കുക. എന്നിട്ട് കടത്തിനെ അങ്ങനെ മുന്നോട്ട് അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കടം കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യത്തെ കാണാതെ പോകല്, ശരിക്കു പറഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് നൽകി തന്നിട്ടുള്ള ഒരു വലിയ ഒരു എന്താണ്, ഒരു സൗഭാഗ്യത്തിൽ നിന്ന്. കേട്ടില്ല സാർ? ഓപ്പർച്യൂണിറ്റി. ശരി, അതെ, ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്ന നമ്മളെ നിഷേധിച്ചിരിക്കുന്ന. അതിനെതിരെ നിഷേധിക്കല്ല, അതിനെതിരെ നന്ദി ഇല്ലാത്തവരാവും കൂടി ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. അത് തീർച്ചയായും നമ്മളതിനെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ കടക്കാരനാണെന്നുള്ള ബോധം മാത്രമാണ് വേണ്ടത്. അതായത് 1 ലക്ഷം രൂപ മാത്രമാണ് കടക്കാരൻ. മീൻസ് നമ്മളുടെ കൈകളിൽ നിന്ന് പോകുന്നത് 10 ലക്ഷം നമ്മളുടെ ആവശ്യങ്ങളെ നിറവേറ്റിയതാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമുക്ക് ഏറ്റവും വലിയ ലാഭം എത്ര? 5 വർഷത്തെ സമയമാണ്. 5 വർഷം കൊണ്ട് നേടിയെടുക്കാനുള്ളത് ഇന്ന് കിട്ടി എങ്കിൽ 5 വർഷത്തെ ലാഭം നമുക്കുണ്ട്. അത് ഈ 1 ലക്ഷം രൂപയേക്കാൾ എത്രയോ വലുതാണെന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ അവസാനം ഇതിനകത്ത് കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടാവും. അത് എങ്ങനെ ഇതിനെ കവർ ചെയ്ത് പോകാമെന്നുള്ളതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുക.
ഇനി എനിക്ക് ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടാനുണ്ട്. യൂണിവേഴ്സൽ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. അതിൽ എത്രമാത്രം നിങ്ങൾ താല്പര്യമുള്ളവരാണ് എന്ന് വളരെ സീരിയസ് ആയിട്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം സാർ. എൻ്റെ സ്റ്റില്ലായിരിക്കുന്നു. സാർ വീഡിയോ വരുന്നില്ല തോന്നുന്നു. ആണല്ലേ? സ്റ്റില്ലായി. പുതിയ സിസ്റ്റമാണ്, പക്ഷേ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പണി മുടക്കുന്നുണ്ട്. കേൾക്കലല്ലേ എന്തായാലും? ഓക്കെ. ഇപ്പൊ ഓക്കെ ആയില്ലേ? വരുന്നില്ലേ? ഓക്കെ. എനിക്ക് പറയാനുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, ഈ കോഴ്സിനെ അല്ലെങ്കിൽ ഇത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് നിങ്ങൾക്ക് ഇത് എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കാര്യത്തിൽ നിങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായും എനിക്കൊരു മറുപടി തരണം. ഒരു സെക്കൻഡ്. കൃത്യമായും എനിക്കൊരു മറുപടി തരണം. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റിയ ഒരാളെ നമ്മളെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടുമോ? നിങ്ങളുടെ മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ ലക്ഷ്യങ്ങളെയും വിജയിപ്പിച്ച് നിങ്ങളുടെ കയ്യിൽ തരുന്ന ഒരാളിനെ നിങ്ങളുടെ കൂടെ കൂട്ടുമോ? ഉറപ്പാണല്ലോ. ഇത് 100% നിങ്ങളെ വിജയിപ്പിക്കും. ആ ആളിനെ നിങ്ങൾ കൂടെ കൂട്ടിയാൽ 100%, 100 എന്ന് പറഞ്ഞത് 110 കൂട്ടിക്കോ. 100 മേലോട്ടില്ല എങ്കിൽ 100 ഒരു 10 കൂട്ടിക്കോ, അല്ലെങ്കിൽ 1000 കൂട്ടിക്കോ. അത്ര റിസൾട്ട് കിട്ടുന്ന ഒരാളിനെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടത് എത്രയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ ഇപ്പോൾ ഒരു അംഗത്തിന് വേണ്ടി, നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതേപോലെ ഒരംഗം കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു വിചാരിക്കുക. നിങ്ങൾക്കൊരു സഹോദരനും കൂടി വരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മകനും കൂടി അല്ലെങ്കിൽ ഒരു മകളും കൂടി ഒരു കുഞ്ഞും കൂടി വരണമെന്ന് വിചാരിക്കുക. ആ കുഞ്ഞിന് നിങ്ങൾ മറ്റെല്ലാ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും എല്ലാം ഉപയോഗിക്കുന്നത് പോലെ ഭക്ഷണം എല്ലാം ഒരു അതിഥിയല്ല, നമ്മളുടെ ജീവിതത്തിൽ കൂടെ വരുന്ന ഒരാളെയും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതായത് നിങ്ങൾ ചെലവാക്കുന്ന അത്രയും നിങ്ങളുടെ വസ്ത്രത്തിന് എത്ര ചെലവാക്കുന്നു, നിങ്ങളുടെ ഭക്ഷണത്തിന് എത്ര ചെലവാക്കുന്നു, അത് ഒരു അതിഥിയല്ല ഒരാളും കൂടെ നമ്മുടെ ജീവിതത്തിൽ പങ്കാളിയായി വന്നാൽ, ഒരു കുഞ്ഞും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു സഹോദരനും കൂടി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാറ്റം വരുത്തുമോ? ഇല്ല. അദ്ദേഹത്തിനും കൂടെ കൊടുക്കൂലേ? അങ്ങനെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അത് പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത കാര്യമാണ്. നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവണമെങ്കിൽ നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പാണ്, നിങ്ങളുടെ മരണാവസാനം വരെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യന്റെ അവസാനം വരെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതിൽ ഒരു സംശയവുമില്ല. നമ്മൾ ഏത് പ്ലാൻ ചെയ്താലും ആ പ്ലാനിനൊപ്പം അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുകയും അതിനോടൊപ്പം നിൽക്കാനും നമ്മളെ വീട്ടിൽ മറ്റൊരാളും അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരിൽ മറ്റൊരാളും ഇത്ര ഹെൽപ്ഫുൾ ആയിരിക്കില്ല. അങ്ങനെ ഒരാളിനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അദ്ദേഹം കൂട്ടുകാരനാണ്, രക്ഷകനാണ്, ഉപദേശകനാണ്, റൂട്ട് പറഞ്ഞ ഒരാളാണ്, എപ്പോഴും നമ്മളെ കൂടെ ഉള്ളതാണ്. അങ്ങനെ ഒരാളിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനെ പണ്ട് നമ്മളെ പഴയ കാലത്ത് പറയുന്നത് പോലെ വിത്തെടുത്ത് കുത്തരുത്. കേട്ടിട്ടുണ്ടോ? എന്താണ് അറിയാമോ അതിന്റെ അർത്ഥം? അതാ ഇപ്പൊ പറഞ്ഞ വിത്ത് നാളത്തേക്കുള്ള
ആ സീത ടീച്ചർ. ഓക്കെ, ജോൺ സാർ എന്താ പറഞ്ഞേ? അല്ല, വിത്ത് മാറ്റി വെച്ചിട്ട് വേണമല്ലോ ബാക്കിയുള്ളത് നമ്മൾ എടുക്കാനുള്ളത്. വിത്ത് നാളത്തെ വീണ്ടും നമുക്ക് വിതയ്ക്കണമല്ലോ. യെസ്, അതൊരു വളരെ നമ്മളെ നാട്ടിലെ വളരെ ഒരു നമ്മുടെ പഴയ കാലത്തെ പൂർവികർ പറഞ്ഞിരുന്ന ഒരു പഴഞ്ചൊല്ലാണ്, വിത്തെടുത്ത് കുത്തരുത്. വിത്തെടുത്ത് കുത്തരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വിത്തിന് അനേകം ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അനേകം ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ ആ വിത്ത് വിത്തും കൂടെ എടുത്ത് കുത്തി നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടിരുന്ന പിന്നെ അടുത്ത വർഷം ദാരിദ്ര്യത്തിൽ ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിത്തെടുത്ത് കുത്തരെന്ന് പറഞ്ഞ തത്വം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് മുതൽ വരുന്ന വരുമാനത്തിന്റെ 30%, ഒന്നും രണ്ടും അല്ല, അതുപോലെ കടം കാണാം. നിങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കാം, നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കും, നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിന്റെ 30% നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടില് ഒരു യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോക്സ് നിങ്ങൾ ചെയ്യുക. അതിനകത്ത് ഈ 30%, അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മളെ കയ്യിൽ വന്ന വരുമാനത്തിന്റെ 30% നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേട്ടപ്പോൾ മൂടങ്ങ് പോയാ നമ്മളെ വീട്ടിൽ ഇന്നൊരു അതിഥി വേണ്ടെന്ന്, കടവും അടുത്ത നമ്മളെ ഈ വരുന്ന ഇപ്പൊ തന്നെ കിട്ടുന്ന പൈസകളൊന്നും നമുക്ക് കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ്. ഈ നമ്മുടെ വീട്ടിൽ വെക്കേണ്ട ഈ ചിട്ടി അങ്ങനെയൊക്കെ ചേർന്നാലും മതിയോ? പോരാ സർ, ഞാന് കടയില് വെക്കുന്നുണ്ട്, അത് 10% ഇടാറുള്ളൂ. 30% വെക്കണം. ഞാൻ എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങളെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ മാഷ് പറഞ്ഞത് ചെയ്തു നോക്കിയതാ, പക്ഷെ അതറിയോ അവസാനം എന്തെങ്കിലും വരുമ്പോ പിന്നെ പിന്നെ എന്തായി, അതാണ് സംഭവം. ഇവിടെ അതുകൊണ്ടാണ് പ്രപഞ്ചവുമായി കണക്ട് ചെയ്തേക്കണം. സംഭവം ഇടും, ഇട്ട് കഴിഞ്ഞാ എന്നപ്പോ അതിനെടുക്കാലോ, അതിനെടുക്കും, പിന്നെ അയക്കിടാലോ. ഈ ഇടാലൊന്നും പറത്തില് പിന്നെ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ ഉണ്ടാവില്ല. 10 എടുത്ത് 20 ഇടന്ന് വിചാരിക്കും, 20 ഇല്ല. ഞാൻ എടുക്കാറില്ല കേട്ടോ, ഞാൻ 10% ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും എന്റെ ബോക്സിൽ കിടക്കുന്നുണ്ട്. അത് അങ്ങനെയും അല്ല ചെയ്യാനേ. അപ്പൊ അതിനെ ചേഞ്ച് ചെയ്യാം, 30% ആക്കാം. ഓക്കെ, തകർന്നോ? എല്ലാവരും തകർന്നോ? ഇല്ല സാർ, ഇല്ല. ഇല്ല, തകർന്നിട്ടില്ല സാറേ, കിട്ടണേ ഉള്ളൂ. ഓക്കെ. അതായത് നിങ്ങളുടെ കയ്യിൽ, ഉദാഹരണം, നിങ്ങൾ റോഡിൽ നടന്നു പോകുമ്പോൾ റോഡിൽ നിന്നൊരു 10 രൂപ കിട്ടിയാൽ പോലും 3 രൂപ നിങ്ങൾക്കുള്ളതല്ല, അത് പ്രപഞ്ചത്തിനുള്ളതാണ്. ഓക്കെ, അത് പ്രപഞ്ചത്തിനുള്ളതാണ്. ആ 30 രൂപ 100-ന്, അതായത് 10 രൂപ കിട്ടിയാൽ 3 രൂപ പ്രപഞ്ചത്തിനുള്ളതാണ്. അത് നമുക്ക് അവകാശപ്പെട്ടത്. നമ്മുടെ ലൈഫിലൂടെ കടന്നു വരുന്ന ഏത് പണവും നമുക്ക് ഒരുപക്ഷെ ആരെങ്കിലും ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ രീതിയിൽ നമ്മളൊന്ന് ചിലപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നതായിരിക്കാം. ബിസിനസ് നടത്തുന്നവര് ലാഭത്തിന്റെ 30%, അവരുടെ വരുമാനത്തിന്റെ 30%, ലാഭത്തിന്റെ 30%, അവര് പണിയെടുക്കുന്നുണ്ടല്ലോ അവരുടെ വരുമാനത്തിന്റെ 30% എന്ത് ചെയ്യുക, അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അതിൽ നിന്ന് ഇത് ഒരു ബോക്സ് വെക്കുക. ആ ബോക്സിനകത്ത് ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സാമ്പത്തിക ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന എത്രയാണോ അതിന്റെ 10 മടങ്ങിൽ കൂടുതൽ പണം നിങ്ങൾക്ക് വളരെ, അതായത് ഒരു 2 വർഷത്തിനകത്ത് നിങ്ങളിലേക്ക് ഉണ്ടാവുന്ന മാറ്റം 6 മാസം ആവണ്ട, അതിനൊപ്പം ഉണ്ടാവുന്ന ചേഞ്ച് വലുതാണ്. ഓക്കെ, ഇനി നമുക്ക് പൈസ ഇത്ര പോരാ, ഈ 30%, ഇപ്പൊ ഉദാഹരണം 1000 രൂപ, ഞാനൊരു സാധാരണ ഇതാണ് പറയണത്, 1000 രൂപ നമുക്ക് വരുമാനമുണ്ട്, 800 രൂപ, 900 രൂപ, അല്ലെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ 1200 രൂപ ചെലവുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെ 300 രൂപ മാറ്റും? ഈ 700 രൂപ അതിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, 300 രൂപ എങ്ങനെ അതിലിടും എന്ന് നമുക്ക് തോന്നിയാൽ
ഇന്ന് 1000 രൂപയാണെങ്കിൽ 1500 രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഐഡിയാസിൽ നമ്മളെ തലച്ചോറിനെ മാറ്റാൻ പറ്റണം. നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള പൈസയ്ക്കുള്ള പണിയെടുക്കാൻ തയ്യാറാവണം. സേഫ് സോണിൽ നിന്നുകൊണ്ട് പറ്റില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മുടെ കടബാധ്യതയും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് അന്നത്തെ ചെലവും ഒക്കെ അനുസരിച്ച് സേഫ് സോണിൽ നിന്നുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡേഞ്ചർ സോണിലോട്ട് മാറണം. എന്നിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമുക്ക് 1500 രൂപയാണ് ആവശ്യം, അല്ലെങ്കിൽ 1000 രൂപയാണ് ആവശ്യമുണ്ടെങ്കിൽ 1500 അല്ലെങ്കിൽ 1300 രൂപയുടെ പണിയെടുക്കാൻ പറ്റണം. പണിയെടുക്കാനുള്ള ഐഡിയ ഉണ്ടാവണം. നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചെയ്യുക. അല്ലാതെ എന്താണ് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ കൊക്കിലൊതുങ്ങുന്നത് എന്ത് ചെയ്യാവോ? കൊത്താവ് എന്ന് പറയുമ്പോൾ കൊക്ക് ഇച്ചിരി വലുതാക്കിയ കുഴപ്പമൊന്നുമില്ലല്ലോ, വലുത് കൊത്താലോ. മനസ്സിലായല്ലോ? കൊക്കിൽ ഒതുങ്ങണത് കൊത്തിയാൽ മതി, പക്ഷെ കൊക്ക് എന്ത് ചെയ്യാം? ഇച്ചിരി അങ്ങോട്ട് വലുതാക്കിയാൽ മതി. അതിനുവേണ്ടി തയ്യാറായാൽ മതി. ഓക്കെ ആണോ? കാരണം നമ്മൾ സേഫ് സോണിൽ നിൽക്കരുത്, ഡേഞ്ചർ സോണിൽ നിൽക്കണം. ഡേഞ്ചർ സോണിൽ തന്നെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് പണി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിനേക്കാൾ നിങ്ങളുടെ ആവശ്യം, പണത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ 30%, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിലോ അതിനും കൂടെ നിങ്ങൾ പണിയെടുക്കില്ലേ? അതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കില്ലേ? അതിന്റെ പുസ്തകത്തിന് വേണ്ടി നിങ്ങൾ പൈസ ഒപ്പിക്കില്ലേ? അതിന്റെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പൈസ ഒപ്പിക്കില്ലേ? അതേപോലെ ഈ ആള് നിങ്ങളെ രക്ഷകനാണ്. ആ 30% എന്ന് പറയുന്നത് അവിടെ നമ്മളെ അക്കൗണ്ട്, നമ്മളിതിൽ കിടക്കുന്ന, അത് എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഏത് രീതിയിൽ ഡിവൈഡ്, ഒരു കാരണവശാലും പൂട്ടിവെപ്പല്ല. എന്നും നമ്മൾ ആ ബോക്സ്, അതായത് നമുക്കൊരു ബോക്സ്, പൈസ ഇട്ടുകൂട്ടുന്ന പെട്ടിയല്ല, ഒരു ബോക്സ് ആയിരിക്കണം. അതിനകത്ത് വളരെ നല്ല ഒരു തുണിയോ അല്ലെങ്കിൽ നല്ലൊരു ചാർട്ട് പേപ്പറോ കളർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൽ നിവർത്തി പൈസ വെച്ചിരിക്കുന്ന രീതിയിലായിരിക്കണം വെച്ചിരിക്കാൻ. നമുക്ക് വരുന്ന വരുമാനത്തിന്റെ 30% വളരെ സന്തോഷത്തോടെ ആ ബോക്സിനകത്ത് യൂണിവേഴ്സൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കണം. മനസ്സിലായി? അതിന്റെ പുറത്ത് എഴുതിയിരിക്കണം. അതിൽ നല്ല ഒരു തുണിയോ അല്ലെങ്കിൽ നല്ല ഒരു കളർ ചെയ്തോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറൊക്കെ ഒട്ടിച്ച് അല്ലെങ്കിൽ അത് വെച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക? പൈസ വെക്കുക. വെച്ചിട്ട് ആ പൈസ എങ്ങനെ ഉപയോഗിക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്നും വൈകിട്ടും രാവിലെയും ആ പൈസയോടും, അതായത് യൂണിവേഴ്സൽ ബാങ്കാണ് ആ അക്കൗണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് സ്വന്തമായിട്ട് യൂണിവേഴ്സൽ ബാങ്കിന്റെ ഒരു ശാഖയുടെ മാനേജറാണ് നമ്മൾ. അതിന്റെ ആ ബാങ്കിന്റെ സ്റ്റാഫാണ് നമ്മൾ. ആ ബാങ്കിന്റെ കസ്റ്റമറാണ് നമ്മൾ. ഓക്കെ. തലച്ചോറിനകത്ത്, അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഇതെല്ലാം നമ്മൾ അറിയണം. നമ്മുടെ സ്വപ്നം, അതായത് അത് നമ്മൾ ഈ ഇടുന്ന പൈസയിൽ ബാക്കി 70% നിങ്ങൾ എവിടെ കാറ്റിലാ പ്രവർത്തിക്കൂ. മനസ്സിലായില്ലേ? എന്തോ ചെയ്തു ഈ 30%ന്റെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ നമുക്ക് വ്യക്തമായ ധാരണ വേണം. എന്നിട്ട് ചെയ്യേണ്ടത്, പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ ഒരു 15% അതിൽ നിന്ന് ലോൺ എടുക്കാം. ലോണേ എടുക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? കാരണം അത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം, ലോണായിട്ട് എടുക്കാം. മനസ്സിലായില്ലേ? 10% എന്ത് ചെയ്യുക? പൈസ തിരിച്ചടയ്ക്കണം. നിങ്ങളൊന്ന് കളിച്ചു നോക്കൂ. സ്വന്തമായിട്ടൊരു ബാങ്ക് നടത്തിയാൽ എന്താ നഷ്ടമോ? അത് നമുക്ക് സ്വപ്നം കണ്ടുകൂടെ? നമ്മളെ മനസ്സിനെ ആസ്വദിക്കാനും പറ്റൂല. ഇതൊരു സന്തോഷം കൂടിയല്ലേ. നമ്മൾ വെറുതെ ഇതെല്ലാം കഴിഞ്ഞ് തിരക്ക് പിടിച്ച ജീവിതത്തിനകത്ത് പോയിട്ട് വീട്ടിൽ വന്നിട്ട്, വീട്ടിനകത്ത് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വന്നിരുന്ന ഒരു 10 മിനിറ്റ് ബാങ്ക് മാനേജറായിട്ട് ഇരുന്നിട്ട് കിടന്നുറങ്ങാനും വിഷമമൊന്നുമില്ലല്ലേ? ഉണ്ടോ? എന്ത് സാറേ? യെസ്, ഇന്ന് മുതൽ അതാണ് ഇതിന് വേണ്ടതും, എനിക്ക് വേണ്ടതും അതാണ്. ഇന്ന് മുതൽ ഇനി ബിസിനസ് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എടുക്കാൻ അറിയാമോ? ഈ പറഞ്ഞ 15% നിങ്ങൾ, അല്ലെങ്കിൽ 15%, സോറി, അതിൽ 30%, ഞാൻ പറഞ്ഞ 30% നിങ്ങൾക്ക് പേഴ്സണൽ ആവശ്യത്തിന് എടുക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു 3000 രൂപയുടെ പണി ചെയ്തു, വർക്ക് ചെയ്തു, അതിൽ ഏകദേശം 30% കൂട്ടും. 33% 1000 രൂപ. ഇപ്പോൾ 1000 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. അതിനെ ടോട്ടലി വീണ്ടും 100 ആണല്ലോ നമ്മൾ മേടിക്കുന്ന. അവിടെ നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിൽ ഉള്ളതിൽ നിന്ന് 30% പേഴ്സണൽ ആവശ്യത്തിന് ലോൺ എടുക്കാം.
2 മാസം 3 മാസം നിങ്ങൾക്ക് ടൈറ്റ് വരുള്ളൂ. നിങ്ങളെ പേഴ്സണൽ ആവശ്യത്തിന് എടുക്കാനുള്ള പൈസ അതിനകത്ത് കാണും. മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 70% എടുക്കാം. കാരണം വരുമാനത്തിന് വേണ്ടി, അതായത് വീണ്ടും പൈസ ജനറേറ്റ് ചെയ്യാനുള്ള ആവശ്യത്തിനാണെങ്കിൽ 70% അതിൽ നിന്ന് എടുക്കാം. കിട്ടിയോ പറഞ്ഞേ? കിട്ടി സാർ, കിട്ടി. പവർഫുൾ അല്ലേ? നമ്മുടെ വ്യക്തിപരം അവർ 2 മാസം 3 മാസമായിരിക്കും ചിലപ്പോൾ ഇച്ചിരി ടൈറ്റ് വരുന്നത്. പക്ഷെ ആ മാറ്റി വെക്കുന്ന പൈസ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനത്തിന്റെ 30% നിങ്ങൾ മാറ്റി, ഈ മാസം ഇച്ചിരി ടൈറ്റ് ആയിക്കോട്ടെ, അതിനെ നിങ്ങൾ വേറൊരു വഴിയിൽ ഹാൻഡിൽ ചെയ്യാൻ നോക്കൂ. എന്നിട്ട് അടുത്ത മാസം അവിടെ 30%ആയി, ആ 60% അവിടെ കിടക്കുന്ന ആ പൈസ അതിനെ ടോട്ടൽ 100 ഡിവൈഡ് ചെയ്താൽ അവിടെയാണല്ലോ 100 പിന്നെ നമുക്ക് അവിടെ കിടക്കുന്ന പൈസയിൽ നിന്ന് നിങ്ങൾക്ക് പിന്നീടുള്ള കാര്യങ്ങൾ ഈ 2 മാസം കൊണ്ട് നേരിട്ട ചില പ്രശ്നത്തെ ക്ലിയർ ചെയ്യാൻ ഈ 30% എടുത്ത് ക്ലിയർ ചെയ്യും. ബാക്കി എന്ത് ചെയ്യാം? പുറത്തൊന്നും കൂടി നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഐഡിയാസും ഡെവലപ്പ് ആവും, പുതിയ വരുമാനം സ്രോതസ് നിങ്ങൾ കണ്ടെത്തും. അതേസമയം നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ആണെങ്കിൽ ആ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ഇതിന് 70% എടുക്കാം. മനസ്സിലായോ? മനസ്സിലായി സാർ. അങ്ങനെയെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഇപ്പോൾ സാധാരണപ്പെട്ട ഒരവസ്ഥയിലൂടെ പോകുന്നവരാണെങ്കിൽ അതൊരു 5000 രൂപയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക? അതിനെ ഈ നിങ്ങൾക്ക് ഇന്ന് വരെ ഉള്ള അക്കൗണ്ട് അല്ല, പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ എടുക്കണം. ആ അക്കൗണ്ടിനകത്തൊന്നും ഇടക്കമില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ എൻ്റെ കോഴ്സിൻ്റെ കാര്യം പറയും, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ അതിനകത്ത് അതിനു വേണ്ടി മാത്രമായിട്ടൊരു അക്കൗണ്ട് എടുക്കുക. ആ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് കറൻസികൾ തരും. മനസ്സിലായില്ലേ? കുറച്ച് കറൻസികൾ തരും. ആ കറൻസികൾ, അതായത് നിങ്ങൾ അതിൽ നിന്ന് 1000ന്റെ ഒരു നോട്ട് കാണും, 1000ന്റെ 4 നോട്ട് കാണും. അത് കഴിഞ്ഞാൽ 5000ന്റെ ഒരു നോട്ട് കാണും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ 10000ന്റെ 4 നോട്ട് കാണും. ഞാൻ തരുന്ന കറൻസി യൂണിവേഴ്സൽ ബാങ്കിന്റെ കറൻസിയാണ് തരുന്നത്. മനസ്സിലായി? 10000ന്റെ 4 കറൻസി കാണും. അത് 10000ന്റെ 4 കറൻസി കഴിഞ്ഞാൽ 50000ന്റെ ഒരു കറൻസി കാണും. അത് കഴിഞ്ഞാൽ 1 ലക്ഷത്തിന്റെ 4 കറൻസി കാണും. 5 ലക്ഷത്തിന്റെ ഒരു കറൻസി കാണും. 10 ലക്ഷത്തിന്റെ 4 കറൻസി കാണും. മനസ്സിലായില്ലേ? 50 ലക്ഷത്തിന്റെ ഒരു കറൻസി കാണും. അപ്പോൾ എത്ര ആയെന്നറിയാമോ? ഇതിനകത്ത് നമുക്ക് സാമ്പത്തികപരമായി അപ്പൊ എത്ര രൂപ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഞാൻ ഈ തരുന്ന കറൻസി നിങ്ങൾ PDF ഫയൽ കളർ ആണ്, അത് കളറിൽ തന്നെ PDF ഫയൽ എടുത്ത് വെക്കുക. നിങ്ങളിലൊരു 10000 രൂപ നിങ്ങൾ ഈ പറഞ്ഞ ഇതിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? ഇദ്ദേഹത്തിന് ബാങ്കിലേക്ക് ഇടുക. ബാങ്കിലേക്ക് ഇടുമ്പോൾ ഞാൻ തന്ന ആ 10000ന്റെ ഒറ്റ നോട്ടിന്റെ കറൻസി എന്ത് ചെയ്യുക? നമ്മളിന് അടുത്ത കാലഘട്ടത്തിലാണ് പോണത്. പണ്ട് എന്താണ് 8 കാശ് അറിയാലോ, 8 കാശ്, അണ, കാലണ, 4 അണ എന്ന് പറയുന്നത് 25 പൈസ, 16 അണയാണ് 1 രൂപ. അപ്പൊ ഇത്രയോ ചെറുത് ഇനി നമ്മളൊരു വലിയൊരു ലോകത്താണ് പോണത്. അപ്പൊ ഇനി നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോയാൽ നമ്മൾ 1 ലക്ഷത്തിന്റെ നോട്ടൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധ്യത ഉണ്ട്. അത്ര ഫാസ്റ്റായിട്ടാണ് എക്കോണമിക്കൽ സാമ്പത്തികപരമായ ഏരിയ വളരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇതിനു മുമ്പേ എന്ത് ചെയ്യണം? പ്രപഞ്ചം ഇതിനു മുമ്പേ കടന്നു പോവുകയാണ്, നമ്മൾ പ്രപഞ്ചത്തിനോടൊപ്പം കടന്നു പോവുകയാണ്. അപ്പം നമുക്ക് 10000 രൂപയുടെ നമ്മൾ പൈസ ആകുമ്പോൾ, അല്ലെങ്കിൽ 5000 രൂപ ആകുമ്പോൾ എന്ത് ചെയ്യുക? ഈ 5000 രൂപ നമ്മൾ ബാങ്കിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ബോക്സിനകത്ത് ആ 5000ത്തിന്റെ കറൻസി എന്ത് ചെയ്യുക? വെക്കുക. അപ്പൊ എപ്പോഴും ബാങ്കിൽ എത്ര രൂപയാണോ അതനുസരിച്ച് ഇതിനകത്ത് ടോട്ടലി ഈ എമൗണ്ട് യൂണിവേഴ്സൽ എംബ്ലത്തോടു കൂടി, യൂണിവേഴ്സലിന്റെ ചിത്രത്തോടു കൂടി ഈ പൈസ യഥാർത്ഥ കറൻസി, പക്ഷെ നമ്മളിൽ മാത്രമായിരിക്കും ഈ 10 ലക്ഷം രൂപയൊക്കെ നോട്ടുള്ളതെന്ന് മാത്രം നമ്മൾ തയ്യാറാക്കിയ അത്. അപ്പൊ ഇതെന്ത് ചെയ്യും? അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ കോപ്പി, അതിന്റെ ഒരു സ്മരണ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മ നമ്മളിലേക്ക് ഇത്രയും രൂപ നമ്മളിലുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആർക്കാണ്? ഏത് കസ്റ്റമർക്കാണ്? നമ്മളെന്ന കസ്റ്റമർക്ക്, നമ്മളെന്ന മാനേജർ കൊടുക്കുന്ന ഈ പൈസയുടെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോഴും ടോട്ടലി എത്ര രൂപ അവിടെ ഉണ്ട് എന്നുള്ളതും നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് കൃത്യമായും ഒരു പണം വരും. പിന്നെ എന്താണ്?
നമുക്ക് കുറച്ച് ആവശ്യമായിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ച് അതായത് പണം എന്ന് പറയുന്ന കാര്യത്തിന് മാനസിക കപ്പാസിറ്റി ആവശ്യമാണ്. നമ്മൾ എല്ലാവരും ലോട്ടറി ഇപ്പോൾ നിരവധി ഇതിനകത്ത് സാമ്പത്തികപരമായി നോക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ സാമ്പത്തികപരമായ കാര്യത്തിൽ ഒരുപാട് പിറകിലാണെങ്കിൽ പോലും ഒരുപാട് പേര് നല്ല രീതിയിൽ പണം കൈകാര്യം ചെയ്യുന്നവരും പണം കൈകാര്യം ജീവിതത്തിൽ ചെയ്ത് വന്നവരുണ്ട്. അപ്പം ഞാനത് പറയുമ്പോൾ ഞാനതിൻ്റെ വാല്യൂ മാത്രമാണ് പറയണത്. പണം എന്ന് പറയുന്ന സംഖ്യ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, നമുക്ക് എനർജി കിട്ടണമെങ്കിൽ സീറോയും ഓരോ സംഖ്യയുടെ മുമ്പേയും സീറോ കൂടുന്നതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം. അതിന് വേണ്ടുന്ന മെഡിറ്റേഷനുകളുണ്ട്. മനസ്സിലായില്ലേ? ഒരു 10 0, 11 0, 12 0 ഒക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്ലാൻ വേണം. അല്ലാതെ എനിക്ക് 1 കോടി രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഒരു 250 പേർക്ക് 1 ലക്ഷം രൂപ വീതം സഹായിക്കുമായിരുന്നു. ഇങ്ങനെ ഇമാജിനേഷൻ ചെയ്താൽ എന്തിരിക്കും? 1 കോടി രൂപ. അപ്പൊ ആ കാൽക്കുലേഷൻ നമുക്ക് കിട്ടണം. നമ്മൾ ഈ അറിവ് കിട്ടുന്ന പോലെ, മനസ്സിനെ കുറിച്ച് അറിവ് കിട്ടുന്ന പോലെ, നമ്മുടെ തലച്ചോറിനെ കുറിച്ച് അറിവ് കിട്ടുന്ന പോലെ, നമ്മുടെ വികാരങ്ങളും ട്രാൻസാക്ഷനും ഇതൊക്കെ അറിവ് കിട്ടുന്ന പോലെ തന്നെ പണത്തിനെ കുറിച്ചും പണത്തിന്റെ പെരുക്കത്തെക്കുറിച്ചും പണത്തിന്റെ വലുപ്പത്തെക്കുറിച്ചും നമുക്ക് ഐഡിയാസ് വേണം. നമുക്ക് അതിനെ താങ്ങാൻ പറ്റണം. പെട്ടെന്ന് 25 കോടി രൂപ നമുക്ക് അടിച്ച് എന്ന് പറഞ്ഞാൽ, ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരുന്ന ശത്രുക്കളൊക്കെ ആയിരിക്കരുത്, ഐഡിയ ആയിരിക്കണം. മനസ്സിലായി? ഉടനെ ശത്രുക്കളുടെ ലിസ്റ്റ് അല്ല വരേണ്ടത്, മനസ്സിലായി? ഐഡിയയാണ് വരേണ്ടത്. ശത്രുക്കളുടെ ലിസ്റ്റ് വരുന്ന കാര്യം തരുമ്പോൾ ഈ പൈസ വെച്ചിട്ട് എന്തൊരു ചെയ്യണമെന്ന് അറിയാത്തതാണ് പെട്ടെന്ന് അവൻ വന്ന് ചോദിക്കുമോ, ഇവൻ വന്ന് ചോദിക്കുമോ, ഞാൻ എന്തോ ചെയ്യട്ടെ, ഇങ്ങനെ ശത്രുക്കളുടെ ലിസ്റ്റ് ഉണ്ടാവുന്നത്. അതല്ല വേണ്ടത്. നമുക്ക് പ്ലാൻ വേണം. അതായത് മണി എന്ന് പറയുന്നത്, പൈസ ഈ സെക്കൻഡറി സോഴ്സാണ്. മണി സെക്കൻഡറി സോഴ്സാണ്. നമുക്ക് വേണ്ടത് പ്ലാനാണ്, ഐഡിയ ആണ്. നമ്മുടെ ക്ലാസ് നമുക്ക് 10 മണിയായി. നമുക്ക് ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ ഈ നമ്മളെ വീട്ടിലെ ഈ അതിഥി, ഈ യൂണിവേഴ്സൽ ബാങ്ക് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് എന്താ പറയാം, ഇപ്പോൾ ഉദാഹരണം, ഞാൻ സാമ്പത്തികപരമായി കുറച്ച് നല്ല രീതിയിലൊന്ന് ഇടയ്ക്കൊന്ന് പെട്ടായിരുന്നു. ആ പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും പെട്ടെന്നുള്ള ടൈറ്റ് വന്നു. ഞാൻ എൻ്റെ ബുള്ളറ്റ് വിൽക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഒരു 6-7 ലക്ഷം രൂപയുടെ കടത്തിനകത്ത്, ചെറിയ കടമാണ്, 6-7 ലക്ഷം, മനസ്സിലല്ലേ? പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റാതായിരുന്നു. ഞാൻ എൻ്റെ വലിയൊരു വണ്ടി കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് ഒരു 94,000 രൂപയാണ് കിട്ടിയത്. ഞാനൊരു 3.5 വർഷമേ ഓട്ടിച്ചുള്ളൂ. അപ്പോഴും മൊത്തത്തിലുള്ള, അതായത് എനിക്ക് ഈ പൈസ എനിക്ക് എൻ്റെ ചിന്തകളെയും എൻ്റെ ഐഡിയാസിനെയും മൊത്തത്തിൽ ഈ കടം ബാധിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും രൂപ കടമാണെങ്കിലും അത് ഞാനെടുത്ത് ഉപയോഗിച്ചത് തന്നെയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ 10-1 ഭാഗം പോലും ഇല്ല അതിൻ്റെ പലിശ. എങ്കിലും മാനസികപരമായി പെട്ടു. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ മാനസികപരമായി പെട്ടു. എൻ്റെ ഐഡിയാസുകളൊക്കെ ഒന്നും വരുന്നില്ല. ഞാൻ ഫുൾ ഡൗൺ ആയി. ഞാൻ വെറുതെ ഇരിക്കുന്നു റൂമിനകത്ത്, വീട് വെച്ചിട്ടും അതിനകത്ത് ബാങ്കുകാർ, നമ്മളൊന്ന് പേടിച്ചൊക്കെ നിൽക്കണമെങ്കിൽ പിന്നെ ബാങ്കുകാരും വന്നിട്ട് കഴിവില്ലാത്തവരെന്ന രീതിയിൽ പ്രഷർ ചെയ്യുന്നു. അല്ല, നമ്മളിത്തിരി ഉഷാറോട് ഇത്തിരി നെഞ്ച് വിരിച്ചൊക്കെ നിൽക്കണമെങ്കിൽ സാറേന്ന് വിളിക്കും. പക്ഷെ നമ്മൾ പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം പല രീതിയിൽ വന്ന് ഫൈറ്റ് ചെയ്യും. കാരണം ഇപ്പം ഇവൻ്റെ ഒന്ന് ഉള്ളതിന് പിടിച്ച് മേടിച്ചാൽ ഉള്ളതെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ ഇവർ ആക്റ്റീവായിട്ട് ഭയങ്കരമായിട്ട്, അപ്പോൾ പല രീതിയിലുള്ള പ്രഷറുകളുണ്ടായി. ആ ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ വണ്ടി വിറ്റു. അപ്പോൾ വണ്ടി വിറ്റപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തു, ഞാൻ 94 രൂപയ്ക്കാണ് ആ വണ്ടി വിൽക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സിസ്റ്റവും കാര്യങ്ങളും പെട്ടെന്ന് ആ പൈസ കടം കൊടുക്കാനുള്ളതാണ്, പെട്ടെന്ന് അടച്ചെനിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വളരെ. അപ്പോൾ ഇതിൽ ഞാൻ ബാക്കി ഒരു 85 രൂപ, ബാക്കി ഉള്ള ഈ പൈസ ഒരു 9 രൂപയോളം, 9-11 രൂപയോളം എൻ്റെ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. പക്ഷേ ഈ 85 രൂപ എൻ്റെ കയ്യിൽ കൊടുക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നതിന് കുറച്ച് സമയം വരെ എനിക്കുണ്ടായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഈ 7 ലക്ഷം 8 ലക്ഷം ഒന്നും അല്ലടാന്ന് ഈ 85 രൂപ എൻ്റെ കയ്യിലിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ധൈര്യം തന്നു. അതൊരു വല്ലാത്ത ധൈര്യമായിരുന്നു. അതൊരു സൈക്കോളജിയാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു കരുതൽ പണം ഉണ്ടെങ്കിൽ
നമ്മൾ അതിനേക്കാൾ 10 മടങ്ങോ 20 മടങ്ങോ കടമാണ് നമ്മളിൽ ഉണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാനുള്ള പവർ നമ്മുടെ ബ്രെയിനിലുണ്ടാവും. അങ്ങനെയെങ്കിൽ കരുതൽ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് രാജ്യവും കരുതൽ പണം സൂക്ഷിക്കും. ആ കരുതൽ പണത്തിൽ കയറി കൈയിട്ടാലാണ് വിഷയം വരുന്നത്. എല്ലാവരും കരുതൽ പണം സൂക്ഷിക്കും. എന്തുകൊണ്ട് മനുഷ്യരായിട്ടുള്ള നമുക്ക് വേണ്ടി ഒരു കരുതൽ പണം മറ്റൊന്നിനും എടുക്കത്തില്ല, കരുതൽ പണം സൂക്ഷിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ കരുതൽ പണമായിട്ടുള്ള മറ്റല്ല കാരണം നമുക്കൊരു ആവശ്യം വന്നാൽ അതിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള, നമുക്ക് ആരോടും പോയി അപേക്ഷ കൊടുക്കേണ്ട, നമുക്ക് നമ്മളോട് സത്യസന്ധമായ അപേക്ഷ കൊടുത്താൽ മതി. അപ്പോൾ മാനേജർ ചോദിക്കും, നീ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ നീ കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണ നീ എടുത്ത പൈസ നീ ഇതുവരെ തിരിച്ചടച്ചില്ല, നിനക്ക് അതിനുശേഷം ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു, ഇഷ്ടം പോലെ വർക്കുണ്ടായിരുന്നു, ആ പൈസയൊക്കെ വന്നപ്പോൾ നീ പിന്നെ അടയ്ക്കാമെന്ന് പറഞ്ഞു പോയാ എങ്കിൽ ഇനി ഇവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് കാരണം ഇല്ല, തിരിച്ചടച്ചില്ലല്ലോ, എല്ലാം എടുത്തില്ലേ നമ്മൾ. മനസ്സിലല്ലേ? അപ്പം അതല്ല വരേണ്ടത്. തീർച്ചയായും നമുക്ക് ആ പണം നമ്മളുടെ പുതിയ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഐഡിയാസിന് വേണ്ടി പ്ലാനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ദാരിദ്ര്യം നമ്മളെ ഐഡിയാസിനെ വളരെയധികം ബാധിക്കും. നമ്മളെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഭയങ്കര രീതിയിൽ സ്വാധീനിക്കും. തീർച്ചയായും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ എല്ലാ തരത്തിലുള്ള രക്ഷകനാണ് നമ്മൾ കരുതിയിരിക്കുന്ന കരുതൽ പണം. ഈ പൈസ ഈ യൂണിവേഴ്സലിനോടാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. യൂണിവേഴ്സലിന് അവകാശപ്പെട്ടതാണ്. എന്നെ നേരത്തെ പറഞ്ഞൊക്കെ നമ്മൾ ഒരു തവണ പോലും ഇന്ന് ജീവിച്ചിരിക്കാൻ ശ്വാസം എടുത്തില്ല. നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് സബ് കോൺഷ്യസ് മൈൻഡിനും പ്രപഞ്ചത്തിനും ആവശ്യമുള്ള 23 ഇന്നത്തെ ദിവസം 23,000 തവണ ശ്വാസം എടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് അങ്ങ് അകത്തോട്ട് തള്ളിയിട്ടെന്നുള്ളതല്ലാതെ ഇതില്ല, വയറ്റിനകത്തോട്ട് തള്ളിയിട്ടെന്നല്ലാതെ ഇത് ദഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുത്തില്ല. ഇതിനകത്ത് നമ്മുടെ മനസ്സും എനർജിയും അതുപോലെ തന്നെ അതിനകത്തുള്ള ആൾക്കാരുമാണ് ഇത്രയും കിടന്ന് പണിയെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അനുഭവിച്ചിരിക്കുന്ന പൈസയുടെ 30% ഇതിങ്ങനെ പ്രപഞ്ചത്തിന് വേണ്ടി മാറ്റി വയ്ക്കാനുള്ളതാണ്. കിട്ടണത് മൊത്തം നമുക്ക് പണിയെടുക്കണതൊക്കെ ബാക്കിയുള്ളവർ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് കാണുക. ജീവിതത്തിൽ ഇതേ കണക്കൊരു സന്തോഷം, എത്ര രൂപയെ കടം ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, പക്ഷേ ഇതിൽ നിന്ന് പിന്മാറരുത്. ഇത് ഉറപ്പിച്ച് വെക്കുക. അല്ലാതെ സാഹചര്യത്തിനനുസരിച്ച് മടങ്ങുകയും തിരിയുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നമ്മുടെ പ്ലാനും നമ്മുടെ ഐഡിയാസൊക്കെ അവിടെ തന്നെ കിടക്കും. പക്ഷേ നമ്മളൊരു യൂണിവേഴ്സൽ ബാങ്ക് വയ്ക്കുകയും എന്നും ആ വൈകിട്ട് അതിനെ വന്ന് കിടക്കുന്നതിന് മുമ്പ് അതിനെ ചിന്തിക്കുകയും നമ്മളെ കയ്യിൽ നിന്ന് 1 രൂപ എന്തെങ്കിലും കാര്യത്തിന് ചിലവാക്കണമെങ്കിൽ വളരെയധികം ആത്മാർത്ഥതയും സത്യസന്ധമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞ എൻ്റെ പൊന്ന, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു, നീ പോയി മറ്റുള്ളവരെ കാര്യമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരണേടാ മോനെ എന്ന് പറഞ്ഞു വിടുക. മനസ്സിലായ? ഏറ്റവും നല്ല ചങ്ങായിയാണെന്നേ. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലുത് അമ്മയാണെങ്കിൽ പോലും അമ്മയ്ക്ക് ഒരു നേരത്തെ പെട്ടെന്നൊന്ന് വയ്യാതായി ഒരു നേരത്തെ വെള്ളം വേണമെങ്കിൽ പണം വേണം. അല്ലാതെ അമ്മയാണ് എനിക്ക് ഭയങ്കര സ്നേഹമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വെള്ളത്തിന് പൈസ തന്നെ വേണം. അമ്മയുടെ സ്നേഹത്തിന് പകരം വയ്ക്കാനും പൈസ വേണം. അതിന്റെ ഉത്തരവാദിത്വം ചെയ്യാനും പൈസ വേണം. അതുകൊണ്ട് അതിനെ നമുക്ക് എവിടെ നിന്ന് പൈസ കിട്ടിയാലും നമ്മൾ അതിന്റെ 30% സൂക്ഷിച്ചു വെക്കണോ? തീർച്ചയായിട്ടും. എവിടെ നിന്ന് വെച്ചാൽ ഒന്ന് വ്യക്തമാക്കാമോ? അതായത് ഇപ്പൊ നമ്മുടെ മദർ തരുന്നതോ അല്ലെങ്കിൽ ഹസ്ബൻഡ് തരുന്നതോ എന്തെങ്കിലും ആരെങ്കിലും നമുക്ക് തരുമല്ലോ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് അവര് ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ ഇത് ഇന്ന സാധനം മേടിക്കുന്നു പറഞ്ഞ് തരുന്ന ഒരു ആവശ്യത്തിനായിട്ട് തരുന്ന പൈസ നമ്മൾ എടുക്കേണ്ട കാര്യമല്ല, നമുക്കുള്ളതല്ല. അതല്ല, നമുക്കല്ല തരുമല്ലോ. നമുക്ക് തരുമല്ലോ ടീച്ചറെ, രമി ടീച്ചറെ, നീ ഇത് വെച്ചോ, എന്തെങ്കിലും കുറച്ച് പൈസ വെച്ചോ എന്ന് പറഞ്ഞു തരണം, നമുക്ക് അവകാശപ്പെട്ടതാണ്. അതിൽ നിന്ന് 30% പ്രപഞ്ചത്തിന് കൊടുത്തേ പറ്റൂ. അങ്ങനെ പ്രപഞ്ചത്തിന് കൊടുത്താൽ അത്രമാത്രം ശക്തിയായി തിരിച്ചറിയുക എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് ഹസ്ബൻഡ് 5,000 തരുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം 10,000 തരുമായിരിക്കും അല്ലേ? അതെ 10,000 തിരിച്ച് അത് തരണം മാത്രമല്ല നമ്മൾ, അതായത് സാറേ ഫൈസൽ സാറേ വരെ തരുക മാത്രമല്ല, അതായത് നമ്മൾ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും പൈസ ഇങ്ങോട്ട് വന്നോളൂ. മണി
ഞാൻ എൻ്റെ സീരിയസ്ലി ഞാൻ എന്താണ് എൻ്റെ പണി എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ പണിയാണ്. ഞാൻ ഒരുപാട് ഓൺലൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ പണി കിണറിൻ്റെ പണിയാണ്. ഞാൻ ഈ കഴിഞ്ഞ വർഷം പെട്ട സമയത്ത് ഞാൻ ആ ബുള്ളറ്റ് വിറ്റപ്പോൾ ആ സിസ്റ്റം മേടിച്ചതിന് ശേഷം ബാക്കി 85 രൂപ ഞാൻ പറഞ്ഞു എനിക്കൊരു മാസം ഏറ്റവും കുറഞ്ഞത് 85,000 രൂപ ഞാൻ അച്ചീവ് ചെയ്യും. അതിപ്പോൾ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. 85 രൂപ ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര പണിയെടുത്താലും 25 ദിവസം പണിയെടുക്കും. ഇതിന് നടുവൊടിയും. കിണറ്റിൽ ഇറങ്ങും കൊണ്ടുപോകുമ്പോൾ 10 ഉറ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ 10 തവണ ഇറങ്ങണം. നമുക്ക് 1000 രൂപ 1500 രൂപ കിട്ടും. ലാസ്റ്റ് ഫൈനലി ഒരു 20,000 രൂപയോളം നമ്മുടെ കയ്യിൽ ബാലൻസ് കാണില്ല. ഇന്നൊരു 85 രൂപ മാസം. കാരണം ആ ബുള്ളറ്റ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാൻ വിറ്റത്. അങ്ങനെയെങ്കിൽ ആ വിറ്റ പൈസയ്ക്ക് ഒരു മാസം ഞാൻ ആ പൈസ അച്ചീവ് ചെയ്യും. അതിൻ്റെ ഓട്ടമാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് സ്റ്റാർട്ടിങ്. ഇനി മേലോട്ടാണ്. അത് എത്രയെന്ന് പറഞ്ഞാൽ 1 കോടി സമ്പാദിക്കാൻ പറ്റും. ഒരു മാസം 1 കോടി സമ്പാദിക്കാൻ പറ്റണം. ആ പ്രോസസ്സിൽ ആ ആഗ്രഹം ഫൈസൽ സാറേ വരാം. ആ ആഗ്രഹങ്ങൾ അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ചുള്ള പ്ലാൻ ചെയ്യൂ. അത് അല്ലെങ്കിൽ സേഫ് സോണിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ടിരിക്കും. അല്ല, എൻ്റെ ഇപ്പോഴത്തെ അവസാനം ഞാൻ കഴിഞ്ഞ ഈ 5 ബാച്ച് വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അടിച്ചുപോയി. എൻ്റെ പഴയ സിസ്റ്റം പോയി. ഞാൻ പുതിയൊരു ലാപ്ടോപ്പ് മേടിക്കണില്ല. അതിനകത്തുനിന്ന് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് തരുന്ന എല്ലാ നോട്ടും ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്ന് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? അയ്യോ എനിക്ക് വിധി ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നല്ല. ഞാനിരുന്ന് നല്ലതുപോലെ നിങ്ങൾക്ക് തരാനുള്ള നേരത്തെ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ കളർഫുള്ളായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് പണിയെടുക്കാൻ തന്നെ ചെയ്യണം. കാരണം എവിടെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതുകൊണ്ട് ഈ 30% നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും. ഹലോ ഫൈസൽ സാർ, പറയൂ സാറേ. ഞാന് സോറി സാർ, എൻ്റെ അടുക്ക് ക്ലാസ്സിന്ന് ഞാൻ പിന്നെ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. ഈ 30% യൂണിവേഴ്സിൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായിട്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അത് ഗ്രൂപ്പിൽ പറയാം. അത് ക്ലാരിറ്റി പറയാം. ഇപ്പൊ പറയാം. അതായത് നമ്മൾ പണി ചെയ്യുന്നതിന്റെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ എന്ത് ചെയ്യുക, 30% നമ്മളെ കയ്യിൽ വരുന്ന വരുമാനത്തിന്റെ 30% എന്ത് ചെയ്യുക, യൂണിവേഴ്സൽ ബാങ്കിന് വേണ്ടി മാറ്റി വയ്ക്കുക. അത് നമ്മളൊരു ബോക്സ് പണിഞ്ഞ് അതിനകത്ത് വെക്കുക. എന്നിട്ട് അതൊരു 5,000 രൂപയൊക്കെ ആകുമ്പോൾ അതിനെ അക്കൗണ്ട് എടുത്ത് അതിലേക്ക് മാറ്റുക. യൂണിവേഴ്സൽ ബാങ്കിൽ നിങ്ങളൊന്ന് ഒരു ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കേ. ഒരു 5 വർഷം ഈ 30% കിടന്നാൽ എവിടെ എത്തുമെന്നറിയാമോ? നമ്മളെ കാര്യങ്ങളെല്ലാം ഇയാൾ കവർ ചെയ്യും. പിന്നെ 5 വർഷം വേണ്ട. നമുക്കൊരു ഒരു കുഞ്ഞുണ്ടെങ്കിൽ, ഒരു മകനുണ്ടെങ്കിൽ അവനെ ഒരു 10-15 വർഷമൊക്കെ പഠിപ്പിച്ചാലേ അവൻ പിന്നെ നമുക്ക് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തി വരും. ഇത് 5 വർഷം അവന് ചിലവ് കൊടുത്താൽ മതി. 5 വർഷം നമ്മൾ ഈ പൈസ ചിലവാക്കിയാൽ മതി. അത് തുടക്കം പോലെ തന്നെ. ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ ഇന്ന് 1000 രൂപ ഇട്ടിട്ട് അതിൽ നിന്ന് 30% പറഞ്ഞ് 300 രൂപ എടുത്തോ. ഇപ്പൊ തന്നെ ലോൺ എടുത്തോ. എന്നിട്ട് 330 രൂപ തിരിച്ചടച്ചോ. ഫൈസൽ സാറേ, നമ്മൾ ഇടുന്ന ഈ 30% പൈസ എന്ത് ചെയ്യുക, അതിലേക്ക് ഇടുകയും അതിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് 30% എടുക്കാം. മനസ്സിലായോ? നമുക്ക് ബിസിനസ് നടത്താനാണെങ്കിൽ അതിന് 70% എടുക്കാം. കാരണം പേഴ്സണലി ആവശ്യം എന്ന് പറയുന്നതിൽ ജനറേഷൻ ഇല്ല, പൈസ ജനറേറ്റ് ചെയ്യില്ല. പക്ഷേ പേഴ്സണലി ആവശ്യത്തിനാണെങ്കിൽ പൈസ ജനറേറ്റ് ചെയ്യില്ല. പക്ഷേ ബിസിനസ്സിനാകുമ്പോൾ പൈസ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ലാഭവും ഇയാൾക്കാണ് കിട്ടുന്നത്. അതിൽ നിന്ന് 30% കിട്ടും. അതിൻ്റെ കൂടെ ഈ തിരിച്ചടവ് നടക്കും, പലിശയും നടക്കും. ഒരു ബാങ്കിങ് സെറ്റ് ചെയ്യൂ. തീർച്ചയായും നാളെ നിങ്ങളെല്ലാവരും ഒരു ഇത് വെറുതെ ബുക്കിലും കാര്യങ്ങളും വെച്ചാൽ പോരാ. ഒരു ബോക്സ് പണിയണം, യൂണിവേഴ്സൽ ബാങ്ക് എന്ന് വെക്കണം. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന, ഏറ്റവും കാണാൻ പറ്റുന്ന സ്ഥലത്ത് അത് വെക്കണം. പൈസയെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ. എല്ലാത്തിനും അവൻ വേണമല്ലോ. അവൻ ഇത്തിരി ഭംഗിക്ക് വെക്കൂ. എല്ലാ കാര്യത്തിനും അവൻ വേണം. പിന്നെ നമ്മൾ ഒളിച്ചെവിടെയെങ്കിലും കൊണ്ടുവന്ന് തിരികെ വെച്ചേക്കാതെ നമ്മുടെ ഇത് എന്ത് ചെയ്യുക, വല്ല എന്താണ് ആത്മീയ ദൈവപരമായ വിശ്വാസം അല്ലെങ്കിൽ അത്തരം ലെവലിലൊക്കെ ആണെങ്കിൽ സത്യത്തിൽ അതിലൊക്കെ കൊണ്ടുവച്ച് വിളക്ക് കത്തിക്കുമോ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വിളക്ക് കത്തിക്കുമോ ഇതൊക്കെ വെച്ചിട്ട്. അതിനെ അത്രമാത്രം പവിത്രതയോട് കൊടുക്കണം. നമ്മളുടെ സാമ്പത്തികപരമായ ബ്ലോക്ക് മാറും. സാമ്പത്തികപരമായ ചിന്താഗതി ഭയങ്കര വിഷയമാണ്. ഇന്നലെ എന്നെ ഒരുപാട് പേര് വിളിക്കുമ്പോഴത്തേക്ക്, ബിസിനസ് നടത്തുന്ന പല ആൾക്കാരും വിളിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, പൈസയുടെ വിഷയങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ചെറിയ ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ് എനിക്ക് ആത്മസംതൃപ്തി കിട്ടുന്ന. അല്ല,
അവന് മണി ബ്ലോക്കാണ്. പൈസ കിട്ടിയാൽ പൈസ കൂടിയാൽ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന ഒരു ചിന്ത കിടപ്പുണ്ട്. മണി ബ്ലോക്കാണ് ബ്രെയിൻ. ആ മണി ബ്ലോക്ക് കിടക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പറയും എനിക്ക് സംതൃപ്തി, നിസ്സാരപ്പെട്ട ഞാൻ ഇത്രയൊക്കെ പഠിച്ച് എനിക്ക് ഇത്ര രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിലും ഞാൻ നിസ്സാരപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങ് ചെയ്ത് മുന്നോട്ട് ജീവിച്ചോളാം എന്ന് പറയും. കാരണം എന്താണ്? പൈസയോട് അവൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. ഇതിൽ വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കും കൂടി ഒന്ന് വായിക്കുന്നത് ഈ ഭാഗത്തിന് നല്ലതാണ്. തീർച്ചയായിട്ടും ആ ബുക്ക് വളരെയധികം ഞാനിപ്പോ 2 ദിവസമായിട്ടുള്ളൂ, 2-3 ദിവസമായിട്ടുള്ളൂ വായിക്കാൻ തുടങ്ങിയിട്ട്. ബെസ്റ്റ് ബുക്ക്. അതിന്റെ മലയാളം ഞാൻ വാങ്ങി. ഓക്കെ, നല്ല അതാണ് പറഞ്ഞത്. ബെസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ബുക്കാ. ആരും നമ്മളെ ഈ ബാച്ചിലുള്ള എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ട ബുക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സാർ ഇന്നലെ ലൂസി എന്ന് പറഞ്ഞ പടം കണ്ടു. ഒരു സെക്കൻഡ് രാമകൃഷ്ണ സാറെ, ഒരു സെക്കൻഡ്, വേറൊരാൾ പറഞ്ഞേ ഈ കാര്യം പറയണം. വേറെ ആരാ പറഞ്ഞേ? റിച്ച് ഡാഡ് പുവർ ഡാഡ്. റോബർട്ട് കിയോസാക്കി. ധനികനായ അച്ഛനും ദരിദ്രനായ അച്ഛനും. യൂട്യൂബില് കേൾക്കാൻ പറ്റും. അശ്വതി ടീച്ചർ കേട്ടിട്ടില്ലേ ബുക്കിനെ കുറിച്ച്? അശ്വതി ടീച്ചർ കേട്ടിട്ടില്ല? അല്ല, യൂട്യൂബിൽ ഓഡിയോ ബുക്ക് ഉണ്ടെന്നാ പറഞ്ഞു. ശരി. അരുണ ടീച്ചറാണ് ഇപ്പൊ ചോദിച്ചത് അല്ലേ? ശരി. റിച്ച് ഡാഡ് പുവർ, സാമ്പത്തികപരമായ കാഴ്ചപ്പാട് മാറണം. പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം. പണത്തിനെ നമുക്ക് നമ്മളെ കൈകളിലേക്ക് എത്തണം. മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ച് ഞാൻ ആ തുടക്കമേ പറഞ്ഞ കാര്യം തന്നെയാണ്. തിരക്കുള്ള തേനീച്ചയ്ക്ക് സങ്കടപ്പെടാൻ നേരമില്ല. നമ്മൾ വിചാരിക്കും ഇവിടെ നല്ല രീതിയിൽ എന്താണ് പണം ഉണ്ടെങ്കിൽ എന്താണ് സമാധാനമില്ലേ? പണം വന്നാൽ സമാധാനമില്ല. അവന്റെ ജീവിതത്തിൽ മൊത്തം ഭയങ്കര ദുരിതമാണ് എന്ന് പറയണ പണം ഇല്ലാത്തവരെടുത്തോളൂ. നിന്റെ വീട്ടിൽ ഇപ്പൊ സമാധാനം ഉണ്ടാ? അവനതുമില്ല. എടാ, പണം ഉള്ളവന് പണമെങ്കിലും ഉണ്ട്, സമാധാനം ഇല്ല. പോട്ട്. ഈ പണം ഇല്ലാത്തവന്റെ വീട്ടിൽ പണവും ഇല്ല, സമാധാനവും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ എന്റെ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ പണം ഇല്ലാണ്ട് വീട്ടിലായിരിക്കും സമാധാനം ഉണ്ടാവില്ല. കാരണം പണത്തെ കൊണ്ട് 90% അതിന് ഒരു ഇത് പറയുന്നല്ല, പണത്തെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു നല്ലൊരു ശതമാനം പ്രോബ്ലം, മീൻസ് ഒരു 90% പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ശരിക്കും അത് ദരിദ്രന്റെ മൈൻഡ് സെറ്റ് ആണ്. എന്താ അറിയോ? പണം ഉള്ളവന് എപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള ആ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ മാറ്റേണ്ടത്. അത് മാറണം. അതിനു വേണ്ടി പണിയെടുത്തേ പറ്റൂ. അവിടെ നമ്മൾ മനസ്സിലാക്കണം പണം വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അത് മറന്നു. നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ നമ്മുടെ ടൂൾസ് കഴിഞ്ഞതിന് സമയം കൂടുതലാണെന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നിർത്തേ. അതായത് നമ്മൾ പണി എടുക്കുന്നതിന് വേണ്ടിയുള്ള പണി ആയുധം എന്ത് ചെയ്യണം? എപ്പോഴും എന്ത് ചെയ്യണം? മൂർച്ച കൂട്ടണം. മൂർച്ച കൂട്ടി കുറെ കാലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പണിയെടുക്കണല്ലേ. ഇപ്പൊ അതിൽ ഇല്ല ഇനി മൂർച്ച കൂട്ടാൻ. ഇപ്പൊ മനസ്സിലായില്ലേ? പുതിയ പണി ആയുധങ്ങൾ എന്ത് ചെയ്യണം? വാങ്ങണം. പുതിയ പണികൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 30% നമ്മൾ നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിൽ വെക്കുന്നത് പറഞ്ഞതുപോലെ 5% മുതൽ 10% വരെയുള്ള പൈസ നമ്മളൊക്കെ വരുന്ന പൈസ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചിലവാക്കണം. നമ്മൾ ഏത് മേഖലയാണോ സഞ്ചരിക്കുന്നത് അതിൽ ഡെവലപ്പ് ആവാനായിട്ട് സ്കില്ല് ഡെവലപ്പിന് വേണ്ടി നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായും മാറ്റണം. അദ്ദേഹം നേടിത്തരുന്നത് 10 മടങ്ങായിരിക്കും. മനസ്സിലായോ? അത് ഞാൻ പറയാൻ വിട്ടു. വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ പൈസ ചിലവാക്കുന്നില്ല. നമ്മൾ ഭക്ഷണത്തിന് ചിലവാക്കുന്നുണ്ട്, നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്, നമ്മളെല്ലാം ചിലവാക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ഈ അറിവ് വെച്ച് ഇനി ലോകം മൊത്തം വെട്ടിപ്പിടിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സ്കില്ല് ഡെവലപ്പ് ആക്കണം. നമ്മൾ ഏത് പ്രൊഫഷനിലാണോ മുമ്പോട്ട് പോകുന്നത് അതിൽ വിജയിച്ചിട്ടുള്ള മെന്റർമാരെ കണ്ടെത്തണം. മനസ്സിലായി? അല്ലാതെ വേറെ നമുക്ക് ആത്മവിശ്വാസം തരുന്ന മോട്ടിവേഷൻ തരുന്ന ആൾക്കാരിലേക്കല്ല നമ്മൾ. അത് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കുന്നു, ഇത്ര മാത്രം. പക്ഷെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ വിജയിച്ചവൻ, പ്രാഗൽഭ്യം നേടിയവന്റെ മെന്റർഷിപ്പ് എടുക്കണം. മനസ്സിലായോ? അത്തരം ആൾക്കാരെ മെന്ററാകണം. അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരല്ല എടുക്കേണ്ടത്.
ചിലപ്പോൾ വളരെ മോശപ്പെട്ട ഒരാളായിരിക്കാം. അതായത് ഈ വിശ്വസ്തതയിൽ വിജയം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതൊരു വളരെ പ്രശസ്തമായ ഒരു ബുക്കാണ്, നല്ല ബുക്കാണ്, വിശ്വസ്തതയിൽ വിജയം. അതായത് അതിനകത്തും അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിശ്വാസം നിൽക്കുന്നത് സത്യസന്ധനും വളരെ കരുണയുള്ളവനും ചതിയനല്ലാത്തവനും അങ്ങനെയല്ല. നമ്മളെ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൊഫഷണലി ചിന്തിക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വസിക്കേണ്ടതെന്ന് പറയുന്നത് പ്രാഗൽഭ്യം തെളിയിച്ചനാണ്. ഉദാഹരണം, നമ്മൾ യാത്ര ചെയ്തപ്പോൾ വണ്ടിയിൽ നമുക്കൊരു ആക്സിഡന്റ് പറ്റി. ഞാൻ നല്ല സത്യസന്ധനാണ്, ഭയങ്കര ഒരു തരത്തിലുള്ള കളങ്കമില്ലാത്ത ഒരാളാ അല്ല. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ ഞാനല്ലേ സത്യസന്ധൻ, ഞാനല്ലേ നല്ലവൻ. നിങ്ങൾക്ക് സുഖമില്ലാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓടി എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ? അതേ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകൂ. ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ഡോക്ടറാണെങ്കിൽ മഹാകുടിയൻ, ഭയങ്കര കൈക്കൂലിക്കാരൻ, മഹാചതിയൻ, വ്യഭിചാരമാണെങ്കിൽ അതിനപ്പുറം, എന്നാലും അയാളുടെ അടുത്തേ കൊണ്ടുപോകും. കാരണം നമുക്ക് ആരെയാ വിശ്വാസം? ഈ സത്യസന്ധനാണോ വിശ്വാസം, ഇയാളാണോ വിശ്വാസം? ഈ പ്രാഗൽഭ്യം തെളിയിച്ചനാണോ വിശ്വാസം? അപ്പൊ വിശ്വാസത്തിന് പ്രാഗൽഭ്യമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ സ്വഭാവം എടുക്കാനല്ല പോണ, നമുക്കതിൽ പെർഫെക്റ്റ് ആവാനാണ് പോണം, നമ്മളതിന് പഠിച്ചെടുക്കാനാണ് പോണം. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവവും കാര്യങ്ങളല്ല നമുക്കവിടെ പഠിച്ചെടുക്കാൻ, നമ്മളവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മുമ്പ് കെട്ടിയിടാനും അല്ല പോണം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുള്ളവനെ എന്ത് ചെയ്യുക, അവന്റെ ക്യാരക്ടറും കാര്യങ്ങളൊന്നും നോക്കാതെ അവന് പറഞ്ഞു തരാൻ മൂടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് പോയി ആ സ്കില്ല് പഠിച്ചെടുത്ത് ആ മേഖല വിജയിപ്പിക്കാൻ നോക്കണം. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. നമ്മളെ ചർച്ച ഈ സമയം മതി കേട്ടോ. ഇനി പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ നീട്ടിവിടണ്ട. കാരണം കഴിഞ്ഞ ഏകദേശം 20-28 ആളുണ്ടായിരുന്നു. സമയം അതിക്രമിച്ച് പോകുന്നത് കൊണ്ടാണെന്തോ ഇന്ന് ഒരുപാട് പേര് കുറവാണ്. അതിന്നും ആൾക്കാർ പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര മതി, നമ്മളെ ലിമിറ്റേഷൻ വെക്കുന്നത് നല്ലതാണ്. അല്ല സാറ് കറക്റ്റ് സമയം ചെറിയൊരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടാക്കി പ്രശ്നമില്ല. കാരണം ശരി തന്നെ ഞാനിപ്പോ ഉള്ളത് തന്നെ ബ്രൂണയിലാണ്. ഇപ്പൊ സമയം ഏകദേശം 1 മണിയായി, രാത്രി 1 AM. ഓക്കെ, അല്ല ഈ നമ്മൾ 1 മണിക്കൂറിൽ നിർത്താം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാം, ഫ്രീ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഇരിക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും പറഞ്ഞാലല്ലേ, ഇത്രയൊക്കെ അങ്ങ് നമുക്ക് ഇങ്ങനെ എനർജിക്കലായിട്ട് പറഞ്ഞാലല്ലേ ഇതിന്റെ ആ ഒരു ഗുമ്മ് കിട്ടും. അതാണ് എന്റെ സാറേ യൂണിവേഴ്സൽ മണി രണ്ടുപേര് പറഞ്ഞു, രമ്യ ടീച്ചർ, പിന്നെ വേറെ ആരാ? യൂണിവേഴ്സൽ മണി ഞങ്ങൾക്ക് എപ്പോ തരുന്ന? നിങ്ങൾക്ക് അത് യൂണിവേഴ്സൽ ബാങ്ക് നിങ്ങൾ 5000 രൂപ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഈ മൊത്തത്തിലുള്ള പൈസ PDF ഫയൽ ഞാൻ അയച്ചു തരും. അതൊക്കെ ഞാൻ ഓൾറെഡി നിർമ്മിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാന്തല്ലോ എന്ത് സൗന്ദര്യമുള്ള നോട്ടാണെന്ന് അറിയാമോ? അതിന്റെ PDF ഫയലായിട്ട് അയച്ചു തരും. നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്ഥലത്ത് പോയി അതെടുക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ പൈസ ഇടുക, നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് പറയൂ. റോബർട്ട് കിയാസ് പുസ്തകത്തിന്റെ പേര് ഒന്ന് പറയൂ. റിച്ച് ഡാഡ് പുവർ ഡാഡ്. റിച്ച് മാൻ, ധനികനായ അച്ഛൻ, ദരിദ്രനായ അച്ഛൻ, ധനികനായ തന്തയും ദരിദ്രനായ തന്തയും. ഗൂഗിളിലും വായിക്കാൻ കിട്ടും അത്. അതെ, ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ PDF ആയിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ബാബു സാർ എന്തോ പറഞ്ഞേ? താങ്ക് യു. അല്ല സാറേ, നല്ല ഫുൾ പവർ ആയിരുന്നു പറഞ്ഞേ സാറ്, നല്ല എനർജിയായിരുന്നു. തീർച്ചയായിട്ടും. പണമല്ലേ, പൈസ അല്ലേ, പൈസയുടെ മുമ്പേ നമ്മളെ തളർന്നു പോയാ പോയില്ലേ. സൂപ്പർ സാറേ, സൂപ്പർ. ഓക്കെ, താങ്ക് യു. ഞാൻ കുറച്ചൊന്ന് പറയാൻ വന്നേ, സാറ് ഇപ്പൊ ഇന്നലെ പറഞ്ഞേ ലൂസി എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അത് എല്ലാരും ഒന്ന് കണ്ടോളൂ. കാരണം നമ്മൾ നോർമലി കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ക്ലാസ്, ഇന്നലെ സാറിന്റെ ക്ലാസ് കേട്ടവര് ആ ഫിലിം കാണുമ്പോ നമ്മൾ വേറെ കുറെ രീതിയിൽ ചിന്തിക്കും. അല്ലാതൊരു സിനിമ കാണുമ്പോൾ ഒരു സയന്റിഫിക് സിനിമ മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ സാറിന്റെ ഇന്നലത്തെ ക്ലാസ് കേട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കൂടെ വേറെ കുറേ കാര്യങ്ങൾ ഓടും. ഒന്ന് കണ്ടോളൂ എല്ലാവരും. ലൂസി എന്നാണ് പടം. അത് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലും കൂടെ നമ്മള് പറയണേ. ഗ്രൂപ്പിലും കൂടെ ഇടാം കേട്ടോ. ഇടണേ. ഞാൻ ടെലഗ്രാം നിർത്താം.
ഞാനത് ഗ്രൂപ്പിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ അയക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ മൊത്തം ഗ്രൂപ്പിലായിരിക്കണം. ബാക്കിയുള്ളവർ എല്ലാവരും ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. നമ്മുടെ കോഴ്സ് തീരുന്നവരെ നിങ്ങൾ ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും പരസ്പരം നമ്മുടെ പഠിതാക്കൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യരുത് കോഴ്സ് തീരുന്നവരെ. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാം, നിങ്ങൾ ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരെ കണ്ടെത്താം. പക്ഷേ കോഴ്സ് തീരുന്നത് വരെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇതിനകത്തായിരിക്കണം, നമ്മളെ ഡിസ്കസ് ഗ്രൂപ്പിനകത്തായിരിക്കണം. കാരണം അത് അറിയാമല്ലോ, അത് പിന്നെ പ്രത്യേകം നമ്മൾ മനസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും പക്വതയുള്ള ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ലിങ്ക് അയക്കുന്നതായാലും ഏത് അയക്കുന്നതായാലും ഇതിനകത്ത്. കാരണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയാൽ, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുള്ള സാധനം അല്ല ഈ ചെയ്യുന്നത്, അതിപ്പോൾ റെക്കോർഡാണ്, മനസ്സിലല്ലേ? അത് വേറെ രീതിയിലുള്ള ആരെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാറിൻ്റെ കട്ടൻ പോകും, എവിടെയെങ്കിലും പോയിരിക്കേണ്ടി വരും ഇതൊക്കെ നിർത്തിയിട്ട്. സാറേ ഞാനൊരു സംശയം, സാർ ഈ യൂട്യൂബിൽ എന്തിനാ ഈ മൊത്തം വീഡിയോസ് ഇടുന്നത്? അത് കട്ട് ചെയ്തിട്ടിട്ടാ പോരെ സാറിന്? എന്റെ പൊന്നു സാറേ, സമയം കിട്ടുന്നില്ല. ഈ കോഴ്സിന് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രം ഫുൾ ലിങ്ക് അയക്കാവുന്ന ഒരു ഓപ്ഷൻ വെക്കുക. അത് അല്ലെങ്കിൽ വേറെ ആപ്പുകൾ ഉണ്ട്, റൂബി അങ്ങനത്തെ ഒരു ആപ്പ്, അത് അങ്ങനത്തെ ഒരു വീഡിയോ എന്താ ഇടാൻ തോന്നുന്നു. ഇത് സാറിന്റെ മൊത്തം വീഡിയോ സാറ് യൂട്യൂബിൽ ഇടുക, അത് സാറിന് ഒരു നെഗറ്റീവ് ആയിട്ടല്ലേ വരും. കാരണം സാറിന്റെ ആ ക്ലാസ് കേട്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. സാറിന്റെ ആ യൂട്യൂബിൽ ആ ക്ലാസ് നമ്മൾ സ്ഥിരം കേട്ട് കഴിഞ്ഞാൽ സാറിന്റെ ഇപ്പൊ ഇത് ഞാൻ ഒരു ഇതായിട്ട് പറയല്ല, ഇത് ജോയിൻ ചെയ്യേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ സാർ അത് ചെയ്യുമ്പോ നമ്മള് എപ്പോഴും ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാന്ന് പറയില്ലോ ഒരു വ്യക്തിക്ക്. ഇപ്പൊ കാണുന്ന ഒരു വ്യക്തിനെ എന്തിനേലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ഇപ്പൊ സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ, സീരിയൽ അവസാനിക്കുമ്പോ നാളെ അവര് തമ്മിൽ സംസാരിക്കൂ, നാളെ അവൻ ഇവരെ കൊല്ലുവോ. അപ്പൊ എന്താ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരില്ലോ. അപ്പൊ അതുകൊണ്ട് സാർ ഞാൻ നോക്കുമ്പോ മൊത്തം സാറിട്ടുണ്ട്. ആ 2 മണിക്കൂർ 8 മിനിറ്റ് ആണെങ്കിൽ 2 മണിക്കൂർ 8 മിനിറ്റ്. അതിന്റെ കാര്യം എന്താ അറിയാമോ? കുട്ടികളെല്ലാം കുട്ടികൾ പാരന്റിങ്ങിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അല്ല, അതിന്റെ കാര്യം എന്താ, ശരി, അതിന്റെ കാര്യം എന്താ അറിയാമോ? ഒരു കാര്യം മനസ്സിലാക്കാനുള്ള, നിങ്ങൾ പല സ്ഥലത്തുള്ളതാണ്. ഒരു മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ വീഡിയോ തന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹൈഡായത് ഇതിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലേ കുറച്ചുകൂടി ബെറ്റർ, സാറിന്റെ ബിസിനസ് പരമായിട്ട് ചിന്തിക്കും. അതെ. ഞാൻ പിന്നെ വിചാരിച്ചെന്ന് പറഞ്ഞത് കുറച്ച് സേവനങ്ങളും കൂടെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സേവനം ചെയ്ത് കഴിഞ്ഞാൽ സാറേ നല്ല അനുഭവം കിട്ടും. പേഴ്സണലി പറയാണ്, ആൾക്കും 10 പൈസ എടുക്കാണ്ട് സേവനം ചെയ്യരുത്. നമ്മൾ എന്ത് കൊടുക്കണ്ടെങ്കിലും 10 രൂപ കൊടുക്കാണ്ട് സേവനം ചെയ്യരുത്. അനുഭവത്തിന് പറയാം. സാറ് എന്നായിട്ട് മൂത്താണ്, ഇതിലിരിക്കുന്നവരെല്ലാവരും മിക്കവാറും എന്നായിട്ട് മൂത്താണ്, എന്റെ അനുഭവം കൊണ്ട് പറയാം. ഉറപ്പായിട്ടും അതുകൊണ്ട് ഒരു കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഒരു ക്യൂരിയോസിറ്റി വരും. അല്ല, കട്ട് ചെയ്യാനുള്ള സമയമില്ലെന്ന്, അതാണ് എന്റെ ഒരു വിഷയം. ഇതിപ്പോ 2:30, ഞാൻ നോക്കട്ടെ, 3.5-4 മണിക്കൂർ വരും ഇത് അപ്ലോഡ് ചെയ്യാൻ. 2-2.5 മണിക്കൂർ എന്തായാലും വരും, ഏറ്റവും കുറഞ്ഞത്. എനിക്ക് ഇട്ടാൽ മാത്രമേ നാളെ രാവിലത്തെ കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും, അതായത് ഞാൻ ഓൾറെഡി ചെയ്യാൻ പോകുന്ന ടാഗ് മാംഗോ എന്ന് പറഞ്ഞ ആപ്പ് കേട്ടിട്ടുണ്ടോ? ഓൾറെഡി ടാഗ് മാംഗോനകത്ത് എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്താകുമ്പോ ഇത്ര റിസ്ക് ഇല്ല. എനിക്ക് ലൈവിന് മാത്രം വന്നിരുന്നത് മതി. ഓരോ ദിവസത്തെ നോട്ടൊക്കെ റൂം നിങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങൾ അത് ഓപ്പൺ ആക്കി തരും. ഓൾറെഡി ഞാൻ അതിനകത്തുണ്ട്, അതിനകത്ത് രജിസ്റ്റർ ആണ്. പക്ഷെ എനിക്ക് 10% അവർക്ക് കൊടുക്കണം എന്നുള്ളൂ. നമ്മുടെ വരുമാനത്തിന്റെ 10% അവർക്ക് ഇപ്പൊ കൊടുക്കണം. അത് നമുക്ക് 5000 രൂപ വരെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് 10,000 രൂപ വരെ 10,000 രൂപ നമ്മൾ അടയ്ക്കണമെങ്കിൽ 5% കൊടുക്കണം. സാറിന് കുറച്ചുകൂടി ബെറ്റർ. കാരണം അതിലിട്ട് കഴിഞ്ഞാൽ വേണ്ടവർക്ക് അതിൽ പോയി കാണാലോ. അതെ, എനിക്ക് ഇത്ര ജോലിയില്ല. അപ്പൊ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ ബൂസ്റ്റായി വരുന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുറച്ച് ആൾക്കാരോട്ടൂടെ ഒന്ന് മിങ്കിളാവുക. അതിലുപരി ആ ആപ്പ് 1 ലക്ഷം രൂപയാണ് ശരിക്കും നമ്മളുടെ നൈമിലോട്ട് മാറാൻ. അല്ലെ ടാഗ് മാങ്കോ തന്നെ വരും. അപ്പൊ നമ്മുടെ നൈമിലോട്ട്, അപ്പൊ 1 ലക്ഷം രൂപ കോഴ്സിനും, പിന്നെ ഇതിന്റെ അകത്ത് വാട്സപ്പിന്റെ ബിസിനസ് ആപ്പ് ഉണ്ട്, വാട്ടി ആപ്പ്, ഇങ്ങനെ വരുന്ന നിരവധി ഇതിന്റെ മറ്റ് ആപ്പുകളും കാര്യങ്ങളും എല്ലാം കൂടിയൊക്കെ തന്നെ ടാഗ് മാങ്കോനകത്ത് തന്നെ സൂം മീറ്റിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിനകത്ത്. പക്ഷെ ഇത് അപ്പോൾ എങ്ങനെ പോലും 2-2.5 ലക്ഷം രൂപയും കൂടെ എനിക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിയാലും എനിക്ക് വേണ്ടി എൻ്റെ ശബ്ദവും എൻ്റെ വീഡിയോസും പണിയെടുത്തോളൂ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് ഇങ്ങനെ എനിക്ക് എന്നാലും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഇത്രയും ആൾക്കാരായിട്ട് വഴക്കും കൂടാനും നമുക്ക് കരയാനും ചിരിക്കാനും സന്തോഷിക്കാനും ഒരു അവസരം വലിയ ഇല്ല. ഞാനെന്താ ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ,
ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നാളത്തെ കോഴ്സും എല്ലാം എല്ലാം പോയി. ഇപ്പം എനിക്ക് കുറച്ച് ദിവസത്തെ എക്സ്ട്രാ പണി എടുക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടില്ല, എഡിറ്റ് ചെയ്ത് ഇടലായിരുന്നു. ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ട്രൈ ചെയ്യല്ല. ഗൂഗിൾ ഡ്രൈവില് അല്ല, ഈ സാർ പറഞ്ഞ മുമ്പ് ഇങ്ങനെ ഒരു മെമ്മറി ലോസ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഗൂഗിൾ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ആക്സസ് ചെയ്യാലോ. അതെ ഗൂഗിൾ ഡ്രൈവിൽ ചെയ്തു. ഞാൻ ടാബിനകത്ത് ലാപ്ടോപ്പിനകത്ത് ഇട്ടേക്കണില്ല. അതാകുമ്പോ എത്രയെന്ന് പറഞ്ഞാൽ 200 GB ഒരു വർഷത്തിലേക്ക് ആകെ 2000 രൂപ വരുന്നുള്ളൂ. TB അല്ലേ? അതെ അത് നല്ലൊരു ഓപ്ഷനാണ്. ഗൂഗിൾ ഡ്രൈവ് നമ്മളെല്ലാം അതാ യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് ആർക്കും ആണെങ്കിൽ ഇപ്പൊ സാറിന് ഇപ്പോ കമ്പ്യൂട്ടർ ഓപ്പൺ ആകുന്നില്ല, ഫോണിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞാല് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ആക്കിയിട്ട് ഏത് വീഡിയോ ഫയലും ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. സാർ അതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് റെഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. അറിയാം. അല്ലെ, എന്റെ മൊബൈലിലുള്ള ഡാറ്റാസൊക്കെ ഞാൻ ഓൾറെഡി അതിനകത്ത് തന്നെ ഇട്ടാണ്. ഞാൻ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ഒരു നിരവധി ആപ്പുണ്ട്. മൈൻഡ് മാപ്പിലാകുമ്പോൾ നമ്മൾ ക്ലാസ് ചെയ്യാനൊക്കെ എളുപ്പം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ അങ്ങനെ ഡിസൈൻ ചെയ്താൽ കിട്ടുകയാണ് ചെയ്ത, മനസ്സിലായില്ലേ? അതിലെനിക്ക് എന്റെ കോപ്പി ആയിട്ട് മറ്റൊന്നിലോട്ട് മാറ്റിയിട്ടില്ലായിരുന്നു. അല്ല, ഇത് ശരിക്കും സാർ തന്നെ അത് ചെയ്യുന്നവർക്ക് അറിയും. ആ എഡിറ്റിങ്ങും ഇതൊക്കെ ഒരു ടൈം നല്ല പണിയുണ്ട്. അതെ, പണിയാണ് തീർച്ചയായിട്ടും. കാരണം ഞാൻ തന്നെയാണ് സ്വയം. പറഞ്ഞു സാറേ. അല്ല, സാറ് പറഞ്ഞു കണ്ടിന്യൂ ചെയ്തല്ലോ. അല്ല, ചില സമയം ഞാനിപ്പോ ചെറിയ ഷോർട്ട് റീലൊക്കെ ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ നമുക്ക് തന്നെ ചില സമയത്ത് ഇത് ചെറിയ ഒരു 1 minute 2 വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പോ എത്ര ടൈം പോയി കിട്ടുന്ന സമയങ്ങളുണ്ട്. അത് ക്യാൻസൽ ആവാ അല്ലെങ്കിൽ ഹാങ് ആവാ, ഇതൊക്കെ ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുക അത്രമാനം വർക്കൗട്ട് ഇതിന്റെ ബാക്കിലുണ്ട്. ഉറപ്പായിട്ടും. അതെ, തീർച്ചയായിട്ടും. ഞാനും എന്റെ ബിസിനസ് ആയിട്ട് ഞാൻ തന്നെയാണ് ഇപ്പൊ യൂട്യൂബിൽ ചെറിയൊരു ചാനൽ, വീഡിയോ കുറവാണ്, പക്ഷെ അതിനൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പ്രസന്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യുന്നതും മാക്സിമം നമ്മൾ തന്നെ എല്ലാം പണിയുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം അതിന്റെ ഒരു ബലമുണ്ട്. എവിടെ കൊണ്ടിട്ടാലും ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബലമുണ്ട്. ഒക്കെ ഞാൻ തന്നെയാണ്. എഡിറ്റിംഗ് ആയാലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒക്കെ വീഡിയോ എടുക്കുന്നതും ഒക്കെ നമ്മൾ തന്നെ. അപ്പൊ നമ്മൾ ഇനി വരുന്നതിൽ ഇതിനകത്ത് എല്ലാവരും അവരുടേതായ ഒരു ഡിജിറ്റൽ ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവർ എല്ലാവരും അതിനുവേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങണം. അതൊക്കെ ഇതിനകത്ത് പ്രാക്ടീസിലുണ്ട്. അതെല്ലാം യൂണിവേഴ്സ് ബാങ്കിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, എങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വിടാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. കൂടുതൽ ആൾക്കാരുടെ അറിവുകൾ നമുക്ക് ഇതിനകത്ത് പരസ്പരം മിങ്കിൾ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി രൂപീകരിക്കാം. പരസ്പരം കാര്യങ്ങളെ, ബിസിനസ് പരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി വേറൊരു ഗ്രൂപ്പ്, മനസ്സിലായില്ലേ? ടാഗ് മാംഗോ എന്റർപ്രൈസസ് പ്ലാൻ ഉണ്ട് കയ്യില്, നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. ആരാ ഇത്? സുനിൽ സാറോ? ഓ, ശരി. ടാഗ് മാംഗോ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതില് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ഒക്കെ അതില് ഇൻക്ലൂഡഡ് ആണല്ലോ. ടാങ്ക് അതില് കേട്ടില്ല. പേയ്മെന്റ് ഗേറ്റ്വേ ഒക്കെ ഉണ്ട്. അതെ എല്ലാ പേയ്മെന്റും എല്ലാം അതിൽ തന്നെയാണല്ലോ. ലാൻഡിങ് റൂമൊക്കെ നല്ലതല്ലേ? നമുക്ക് അതുപോലെ അഭിപ്രായങ്ങൾ പറയാനും കമന്റ് ചെയ്യാനായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണത്. ബിസിനസ്സുകാർ എല്ലാവരും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുവിധം തെറ്റില്ലാത്തൊരു ആപ്പാണ്. അപ്പൊ ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓരോരുത്തർ പോയി. ലാസ്റ്റ് ടോട്ടലി സമയം നോക്കുമ്പോൾ ഞാൻ കുറ്റക്കാരനാവേ. അപ്പൊ ശരി, എല്ലാവർക്കും സന്തോഷം. ഇനി നമ്മളെല്ലാവരുടെയും വീട്ടിലൊരു യൂണിവേഴ്സൽ ബാങ്ക് ഉണ്ടാവട്ടെ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ശിവരാത്രി. താങ്ക് യു. സാറേ, ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ. നമുക്കിപ്പോ യൂട്യൂബില് സാറിന്റെ വീഡിയോസ് കാണുമ്പോ അത്ര ലെങ്തി വീഡിയോസ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പൊ പരിചയമില്ലാത്ത ഒരാൾ ഇത്രയും വലിയ ലെങ്തി വീഡിയോസ് അഡിക്റ്റഡ് ആയവര് മാത്രമേ കാണുള്ളൂ. പക്ഷെ സാറ് ക്ലാസ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. നമ്മൾ ആ ഒരു വൈകില് ഇങ്ങനെ ഇരുന്ന് പോവാണ് സാറേ. 2.5 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഇപ്പൊ വേറെ എന്തെങ്കിലും ക്ലാസ് നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ, വേറെ എന്തെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ബോറിംഗ് ആയിരിക്കും. പക്ഷെ സാറിന്റെ ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ നമുക്കൊരു പ്രൊഫസർമാരെടുത്ത് തരുന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ
അതൊരു അരമണിക്കൂർ പോലും നമുക്ക് അവര് മടുത്തു പോവും. പക്ഷെ ഈ ഒരു ഏജില് ഞാൻ പറയുന്നു സാറ് ഇത്ര 2.5 മണിക്കൂറായാലും ഇത് 3 മണിക്കൂറായാലും നമുക്ക് ഒരുവിധ എന്താ പറയാ ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല സാറേ. സത്യം നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഒരു ദിവസം സമയം ചെലവഴിക്കുന്നു, മക്കൾക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമുക്ക് വരുമാനത്തിന് വേണ്ടി എല്ലാത്തിനും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള നമ്മുടെ മക്കൾക്കായാലും അറിയുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്നുള്ളത്, അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം ലൈഫിൽ ഒരു സാറ് പറയുന്ന പോലെ ഒരു മണി ഡെപ്പോസിറ്റിനേക്കാളും വലിയൊരു സംഭവമാണ് ശരിക്കും. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം. പറഞ്ഞോ. കേക്കാം. ഇത്ര കാലം പഠിപ്പിച്ചിട്ടുള്ള സാറന്മാരോട് പോലും ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റിയിട്ടില്ല. സാറിനോട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ടീച്ചറെ. അപ്പൊ തീർച്ചയായിട്ടും അരുണ മേഡം പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പൊ ഈവൻ യൂട്യൂബിലാണെങ്കിലും സാറേ, യൂട്യൂബിന്റെ സാറിന്റെ ഇപ്പൊ നമ്മള് ക്ലാസ് കഴിഞ്ഞ് 2-2.5 മണിക്കൂറുണ്ടെങ്കിലും അതിങ്ങനെ കണ്ടോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, സൈക്കോളജി പ്രകാരം ഒരു വ്യക്തിക്ക് ഇഷ്ടമായ ഒരു കാര്യം ആ വ്യക്തി എപ്പോഴും കണ്ടിന്യൂ. ഇപ്പൊ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തി അത് കഴിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഒക്കെ ഇഷ്ടമുള്ള ആളാണ് സാറിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഇതിന്റെ സർക്കിളിന്റെ പുറത്തുള്ളതാണെങ്കിൽ അത് കണ്ടോണ്ടിരിക്കും. 100% സത്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് വീണ്ടും പറയണത്, അതിന് എന്തെങ്കിലും വേറൊരു വഴി കണ്ടോളൂ. അല്ല ഈ ഒരു കോഴ്സ് ഇങ്ങനെ ഒന്ന് ബൂസ്റ്റ് ആയി പോട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എന്തായാലും ഇതിനകത്ത് നമ്മള് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറെ അവർക്ക് അവ്യക്തത ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് മനസ്സിലായില്ലേ, ഞാൻ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുമ്പോ എന്താ അവിടെ കാണിക്കണ്ടാവുക, അങ്ങനെയുള്ള കുറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് എനിക്കൊന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാനോട് ഉണ്ടല്ലോ, പബ്ലിക്കലി ബൂസ്റ്റ് ആവാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. പിന്നെ സമയം എനിക്ക് എഡിറ്റ് ചെയ്ത് സത്യത്തില് ഞാൻ ഇവിടെ സ്ക്രീനുണ്ട്, കണ്ടില്ലേ? ഞാൻ സ്ക്രീൻ ഇട്ട് ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാനൊക്കെയാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ സമയം കിട്ടുന്നില്ല. പക്ഷെ സാറിന്റെ ഓൾറെഡി ഉള്ള വീഡിയോസിലൊക്കെ അങ്ങനെയാണ്. സാർ ഓൾറെഡി മുമ്പത്തുള്ള വീഡിയോ ഇരിക്കുന്നത് അതിലൊക്കെ ബാക്ക്ഗ്രൗണ്ടില് വേറെ നമ്മുടെ മൈൻഡ് പവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പിക്ചേഴ്സ് ആണ് കാണുന്നത്. സാറൊന്നും നോക്കിയാൽ തീർച്ചയായിട്ടും സാറെന്തായാലും സാറിന് അധികം ഒന്നും വൈകണ്ടായി. അപ്പൊ സാറ് പറഞ്ഞില്ലേ പൈസ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 6 മാസം റിസൾട്ട് വരുന്നു. സാറിന് അധികം ഒന്നും വൈകേണ്ടി വരില്ല. എസ്റ്റാബ്ലിഷ് 100%. ഇപ്പൊ അരുണ മേഡം പറഞ്ഞ പോലെ നമുക്ക് എത്ര സമയമാണെങ്കിലും കേട്ടിരിക്കാൻ പറ്റുന്നൊരു, അത് പ്രാസംഗികം എങ്ങനെ ഇരിക്കണം എന്നുള്ള, പ്രസംഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഒരു കേൾക്കുന്ന ആളുടെ മനസ്സ്. അപ്പൊ പറഞ്ഞ പോലെ ഇനിയും സാറ് ക്ലാസ് എടുക്കാൻ വെച്ചാലും ഇരിക്കാൻ കുറെ പേരുടെ ഇപ്പൊ ടൈമിങ് ഫൈസൽ സാറിന്റെ ഒക്കെ പറഞ്ഞ ടൈമിങ് വളരെ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് അവർക്കും നൈറ്റ്, നമ്മളെ സംബന്ധിച്ച് മാത്രമാണ് ഇത്. സാറിന് ഒരു കാര്യം കൂടി ചെയ്യാം, ഇത് ഈ ബാച്ചോടൊക്കെ കുറച്ച് കഴിഞ്ഞ് ഡൈവേർട്ട് ചെയ്യാം കേരളത്തിന് സമയം അല്ലെങ്കിൽ